പ്രിയപ്പെട്ടവരെ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സംഘടിപ്പിക്കുന്ന രചനാ സ്തംഭനം എന്ന് പേരിട്ടിട്ടുള്ള സാഹിത്യ രചന ക്യാമ്പിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് കേരള സർവകലാശാലയിൽ 2.5 വർഷം രജിസ്ട്രാറും മലയാള സർവകലാശാലയിൽ ഏതാണ്ട് 6 മാസത്തോളം വൈസ് ചാൻസലറും ആയിരിക്കുന്ന മലയാളത്തിലെ പ്രമുഖ അക്കാദമിഷ്യൻ കൂടിയായ ഡോക്ടർ CR പ്രസാദ് എന്ന ഇപ്പോഴത്തെ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ 1 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ഇത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല. സർവകലാശാലയിലുള്ള വിദ്യാർത്ഥികൾക്ക് പുറമെ പൊതുജനങ്ങളെ, പൊതുവായുള്ള എഴുത്തുകാരെ ഉദ്ദേശിച്ചുള്ള പരിപാടിയാണ്. 2, രചനാ സ്തംഭനം എന്നത് എന്താണ് എന്നുള്ളതിൻ്റെ നിർവചനത്തിൽ തന്നെ പറയുന്നത് പോലെ എന്തെങ്കിലും പ്രതിഭയുടെ കുറവ് കൊണ്ടല്ലാതെ മറ്റ് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന എഴുത്തിന് നേരിടുന്ന തടസ്സത്തിനെയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാഹിത്യത്തിന് മനുഷ്യ സംബന്ധിയായ, പ്രപഞ്ച സംബന്ധിയായ ഒരു വിഷയവും അന്യമല്ല. അതുകൊണ്ട് സാഹിത്യം പഠിക്കുന്നവർ എല്ലാ പുതിയ വിഷയങ്ങളും പഠിക്കണം. അതിനെല്ലാം മനുഷ്യത്വത്തിൻ്റേതായ ഒരു മാനദണ്ഡത്തിൽ കൂടെ പരിചരിക്കുകയും വേണം. റൈറ്റേഴ്സ് ബ്ലോക്ക്, രചനാസ്തംഭനം എന്നത് വളരെ സൂക്ഷ്മതലത്തിൽ പരിചരിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ പറ്റി ക്യാമ്പ് നടത്തിയ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അറിയാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ക്ലെയിം കൂടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ മലയാള സർവകലാശാല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ കാര്യം മാത്രമല്ല, ഇതിൽ വിളിച്ചു വരുത്തിയവർ വളരെ ഈ വിഷയത്തിൽ ശരിക്കും അവഗാഹമുള്ളവർ. എന്താണ് നമുക്ക് ഈ രചനാസ്തംഭനം നമുക്കറിയണല്ലോ. അത് ചില എഴുത്തുകാർക്ക് ചിലപ്പോൾ അനുഭവപ്പെടുന്നൊരു മാനസികമായ ഒരു പ്രതിരോധമാണ്, എഴുത്തിനെ പ്രതിരോധിക്കുക. അത് എഴുതാതിരിക്കലല്ല. കുറേ എഴുതാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്കാന്ന് പറയാൻ പറ്റില്ല. എഴുതാൻ വേണ്ടി ഉത്കടമായ ആഗ്രഹമുണ്ടാവുകയും എന്നാൽ എഴുതാൻ സാധിക്കുകയും ചെയ്യില്ല. അതാണ് ഇപ്പോൾ ഗണേശ് പറഞ്ഞല്ലോ, സർഗാത്മകത കുറവുണ്ടൊന്നല്ല, അവർക്ക് സർഗാത്മകതയുണ്ട്, എഴുതാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ അവരെ തടഞ്ഞു നിർത്തുന്നു എന്നൊരു പ്രശ്നം. അതാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അത് വെറുതെ എഴുതാതിരിക്കല്ല, എഴുതാൻ ആഗ്രഹമുണ്ടായിട്ട്, എഴുതാനുള്ള സർഗാത്മകതയുണ്ടായിട്ട് എഴുതാൻ സാധിക്കാത്ത അവസ്ഥയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക്. അതിന് മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, സാംസ്കാരികമായ കാരണങ്ങളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. മനഃശാസ്ത്രപരമായ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വേർതിരിക്കാം. ഇത് വെറുതെ തത്വം പറയല്ല, അതിനൊക്കെ ഓരോ ഉദാഹരണങ്ങളും നമ്മളെ ചുറ്റുവട്ടത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും, ലോകസാഹിത്യത്തിലും കണ്ടെത്താൻ പറ്റും. ഒന്നത് പെർഫെക്ഷനലിസമാണ്. പരിപൂർണതാ പ്രണയം എന്ന് പറയും. പരിപൂർണതയെ ഞാൻ പ്രണയിക്കുള്ളൂ എന്നൊരു വാശി, പരിപൂർണമായിട്ടുള്ളൊരു സാധനയെ ഞാൻ എഴുതുള്ളൂ എന്ന ഒരു ചിന്ത. അങ്ങനത്തെ ഒരു ഞാൻ ഇപ്പോൾ ഒന്ന് എഴുതുകയാണെങ്കിൽ അത് കൊള്ളില്ലല്ലോ, അത് വേണ്ട മാതിരി ആവില്ലല്ലോ. നത്തിങ് ഈസ് ഗുഡ് ഇനഫ് ടു റൈറ്റ്. ഞാൻ എഴുതാമിരിക്കുന്ന അത് അത്ര പോരാ. അങ്ങനെയുള്ള ഒരു ഈ പെർഫെക്ഷനിസം, ഏറ്റവും ഉദാത്തമായ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ വിഷയത്തെപ്പറ്റിയേ ഞാൻ എഴുതുള്ളൂ എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളതാണ്. കളർകോട് വാസുദേവനായിരുന്നു പറഞ്ഞിട്ടുള്ള വലിയ ബുദ്ധിമാനായിട്ടുള്ളൊരു എഴുത്തുകാരൻ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. മാധവിക്കുട്ടിയുടെ കൃതികളെ പറ്റി എഴുതിയിട്ടുണ്ട്. സാർത്ര എന്ന് കൊട്ടിഘോഷിക്കുന്ന കാലത്ത് ആർക്കും സാർത്ര എന്താണെന്ന് അറിയാത്ത സമയത്ത് ഏറ്റവും ആഴത്തിൽ സാർത്രനെ മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. വളരെ കുറച്ച് എഴുതിയിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തനായിട്ട് ബാങ്കിലുണ്ടായിരുന്ന ആളാണ്. ഭയങ്കര ബുദ്ധിശാലിയാണ്. ദൈക്ഷണികമായിട്ടുള്ള ഒരു പ്രഭാവം കളർകോട് വാസുദേവൻ നായർ മുന്നിൽ നമ്മൾ ഞെട്ടിപ്പോവും. എഴുതില്ല ഏതാ പ്രശ്നം? കാരണം മൂപ്പര് ആ ഒരു സ്റ്റേച്ചറിൽ എഴുത്ത് സാധിക്കില്ല എന്നുള്ള പെർഫെക്ഷനലിസത്തിൻ്റെ പ്രശ്നമാണ് മൂപ്പർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു കാരണം. പിന്നെ പ്രച്ഛന്നമായിട്ടുള്ള ഭയം, അതായത് ഫിയർ ഇൻ ഡിസ്ഗൈസ്. അവർക്ക് ഭയമുണ്ടെന്ന് അവർ സമ്മതിക്കില്ല. ഭയങ്കര ധൈര്യം. ഈ കളർകോട് വാസുദേവൻ നായർക്കും അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഭയങ്കര ധൈര്യമൊക്കെ കാണിക്കും. പക്ഷേ അവർക്ക്
പിന്നെ താൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തില്ലേ, ആ പരാജയ ഭീതി ഉണ്ടാവും. അവരുള്ളിൽ ഞാൻ പരാജയപ്പെടുമോ എന്ന ഭീതി, താൻ വിചാരിക്കുന്ന രീതിയിൽ എഴുതാൻ പറ്റില്ലേ എന്ന ആ ഭീതി, ഫിയർ ഇൻ ഡിസ്ഗൈസ് ആണ്. ചിലവർക്ക് ഫിയർ എബൌട്ട് സക്സസ് ആയിരിക്കും ചിലവരുടെ ഭയം. അയ്യോ വിജയിച്ചു പോവൂ. ചില വളരെ ഉള്ളുവലിഞ്ഞിട്ടുള്ള എഴുത്തുകാരുണ്ട്, അവർക്ക് അയ്യോ ഞാൻ വിജയിച്ചു വലിയ പ്രശസ്തനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശസ്തിയായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം തകർന്നു പോകും. അപ്പോൾ പരാജയപ്പെടുന്ന ഭീതിയെ പറ്റി തന്നെ വിജയിക്കുമോ എന്നുള്ള ഭീതിയുടെ പേരിലും എഴുതാതെ ഇരിക്കുന്ന ആൾക്കാർ നല്ല സർഗാത്മകത ഉള്ളവരായിരിക്കും അവർ. അപ്പോൾ നമ്മൾ രാജലക്ഷ്മിയൊക്കെ പലപ്പോഴും ആ ഒരു കാറ്റഗറിയിൽ, കാരണം രാജലക്ഷ്മി പലപ്പോഴും ബന്ധക്കാരെയൊക്കെ പറ്റി എഴുതിയിട്ട് കുറ്റം പറയും, താൻ ലൈം ലൈറ്റിൽ വരുന്നുള്ളതുകൊണ്ട് എഴുതാതിരുന്നു രാജലക്ഷ്മി എന്നുള്ളതാണ്. അവർക്ക് വിജയിക്കുന്നതിൻ്റെ ഭയമാണ് അവർക്കുണ്ടായിരുന്നത്. പിന്നെ മറ്റുള്ളവരെങ്ങനെ വിലയിരുത്തും, മറ്റുള്ളവർ എൻ്റെ എഴുത്തിനെ മോശമായി കാണുമോ, ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. പിന്നെ ഉത്കണ്ഠ, ചില ആൾക്കാർക്ക് അത് വളരെ ആഴത്തിലാണ്, അസ്തിത്വപരമായിട്ടുള്ള ഉത്കണ്ഠ. എൻ്റെ അസ്തിത്വത്തെ പറ്റിയിട്ടുള്ള ആഴത്തിൽ എൻ്റെ അസ്തിത്വം എന്താണ്, അത് ഈ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒവിജയനെ കണ്ട് താൻ ഒരു പ്രക്ഷീണത വരും. അസ്തിത്വം, തൻ്റെ അസ്തിത്വം എന്താണ്, തനിക്ക് പ്രകൃതിയുമായി സംലയിക്കാൻ പറ്റുകയുള്ളൂ. അസ്തിത്വവാദക്കാരൊക്കെ പ്രകൃതിയിൽ നിന്ന് വേറിട്ടൊരു സ്വത്വമാണ് ഞാൻ, പ്രകൃതി എന്നോട് ശത്രുതയോടുകൂടി പെരുമാറുന്നു, ഞാൻ ഈ ലോകത്തൊറ്റയ്ക്കാണ്. വെയിറ്റിംഗ് ഫോർ ഗോദോലൊക്കെ അതാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, അസംബന്ധമായ ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന ഭീതി അവരുടെ മോട്ടിവേഷൻ എല്ലാം ഇല്ലാതെ. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഉത്കണ്ഠ, പിന്നെ അസ്തിത്വവാദപരമായിട്ടുള്ള വേദനകൾ, വിഷമങ്ങൾ കൊണ്ട് ഉള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിലും വളരെ നല്ല കാര്യങ്ങൾ, ഈ ദ്വൈതമില്ലാതെ ഒക്കെ ഒന്നാണ്. അതായത് ഇതിൻ്റെ അല്ല എന്ന് വിചാരിക്കുന്നതോടുകൂടി പ്രശ്നമില്ല. ഇത് ഞാൻ അന്യനല്ല, ഞാനും പ്രകൃതിയൊക്കെ ഒന്നാണ്. ഇപ്പോൾ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മഹാഭാരതം സംസ്കൃതത്തിൽ നിന്ന് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെയൊക്കെ ലിംഗ്വിസ്റ്റിക് സ്കില്ലില്ല. നമ്മൾ ഓരോ തലമുറ കഴിയുമ്പോഴും ലിംഗ്വിസ്റ്റിക് സ്കില്ലില്ലാതിരിക്കുക. തമ്പുരാൻ രാവിലെ കുളിച്ച് കുറിയിട്ടിട്ട് സംസ്കൃതം മഹാഭാരതം അങ്ങോട്ട് എടുക്കും. കുറേ ശിഷ്യന്മാരവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരു ശിഷ്യൻ ഒരു ശ്ലോകം അങ്ങോട്ട് ചെല്ലിയായി, അപ്പം തന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ട് മലയാളത്തിലുള്ള വൃത്തനിബദ്ധമായിട്ടുള്ള പരിഭാഷ അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കും. അത് മറ്റേ ശിഷ്യൻ എഴുതിയിരിക്കും. അപ്പോൾ ചിലവർക്ക് സ്പീഡ് കിട്ടില്ല. ഏന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ വേറൊരു ശ്ലോകമായിരിക്കും പറയുന്നത്. അത്രയ്ക്ക് ഭയങ്കരനായിട്ടുള്ള ആളാണ് മൂപ്പർക്ക്. പക്ഷേ മൂപ്പർക്ക് സംസ്കൃതത്തിൽ പ്രസംഗിക്കാൻ കുറച്ചൊരു തപ്പിക്കളി ഉണ്ടായിരുന്നു. പ്രസംഗിക്കൽ വേറൊരു സാധനമുണ്ടോ. പക്ഷെ ഒരിക്കലും ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞു സംസ്കൃതത്തിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. മൂപ്പർക്ക് ആദ്യം ഒരു പേജ് അറിയാം. മൂപ്പരൊന്നിങ്ങനെ ആലോചിച്ച് ധ്യാനിച്ച് തന്നു. പച്ചവെള്ളമാതിരി സംസ്കൃതത്തിൽ പ്രസംഗിച്ചു. എന്താണ് അതിൻ്റെ ആ ഒരുമ്പട്ടോളം ഇല്ല എൻ്റെ അടുത്ത്, എന്തിനാ പേടിക്കും, ദേവിനെയാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് അപ്പം ഞാനൊന്നുമല്ല, ഞാൻ ദേവിനെ സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ അവർക്ക് ഈ എക്സ്റ്റൻഷണൽ പ്രശ്നങ്ങളില്ല, കാരണം എല്ലാം അദ്വൈതമാണ്. ഉള്ളത് ഫിസിയോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ്, ഡിപ്രഷനുള്ളവർക്ക്. വെർജീനിയ വൂൾഫൊക്കെ വലിയ എഴുത്തുകാരിയായിരുന്നു. പേഴ്സണലിസ്റ്റ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞവർ വൺസ് ഓൺ റൂം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഏറ്റവും വിസ്ഫോടകമായിട്ടുള്ള ഫെമിനിസ്റ്റ് എഴുത്തിൻ്റെ അധ്യായം തുറന്നിട്ടുള്ള വെർജീനിയ വൂൾഫിനൊക്കെ ഡിപ്രഷനായിരുന്നു. ചില കാലത്ത് അവർക്ക് എഴുതാനേ പറ്റില്ല. എഴുത്തു തുടങ്ങിയ പച്ചവളമായി ധാരാളം എഴുതി. അത് മാനസികമായിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ പ്രോബ്ലം കൂടിയായിരുന്നു, നമുക്കറിയാൻ പറ്റും. ചിലവർക്ക് ആദ്യം ഒരു നല്ല കൃതി വെച്ച് ഭയങ്കര അംഗീകാരം കിട്ടും. അപ്പം ഇനി അതിൻ്റെ പോലെ എഴുതാൻ പറ്റുമോ എന്ന ആദ്യത്തെ കൃതിയുടെ കുടുക്കിൽപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള കുറച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ് ഇത് റൈറ്റേഴ്സ് ബ്ലോക്കിനുണ്ടാകുന്ന മാനസികമായ വ്യക്തിപരമായ പ്രതിബന്ധങ്ങളാണ് കുറച്ചെണ്ണം ഞാൻ ചാർട്ട് ചെയ്ത്. എഴുത്തച്ഛനൊക്കെ എഴുതുന്ന എന്താ വെച്ചാൽ എൻ്റെ പേരും കൂടി അവിടെ ഇല്ല. ഞാൻ എഴുതുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള പേരൊന്നും എഴുതി വയ്ക്കുന്നില്ല. ഞാനൊരു നിയോഗത്തിന് ഈ പ്രപഞ്ചശക്തിയുടെ നിർദ്ദേശപ്രകാരം ഡിക്റ്റേറ്റ് മാനിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അല്ല എന്നതാണ്.
അതാണ് ഒരു വിശ്വാസത്തിൽ ഒരു അദ്വൈതമായിട്ടുള്ള പ്രകൃതിയും ദൈവവും എല്ലാം അടങ്ങുന്നൊരു പ്രപഞ്ച പൊരുളിലുള്ള വിശ്വാസവും. അതൊക്കെ ഇപ്പം നമുക്ക് ഈ കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വേറെ വിഷയം. പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അത് നമ്മൾ ആലോചിക്കണം. പബ്ലിഷേഴ്സ് ഗുഡ് ലിറ്ററേച്ചർ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് ഒരു സാധനം ഉണ്ടാക്കണം. എൻ്റെ അഭിപ്രായം നല്ല PGLR ഫണ്ട്, പബ്ലിഷേഴ്സ് ഗുഡ് ലിറ്ററേച്ചർ റെസ്പോൺസിബിലിറ്റി ഫണ്ട്. അത് പബ്ലിഷേഴ്സിന് നല്ല സാഹിത്യം ഉണ്ടാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കോർപ്പറേറ്റുകൾ ലാഭം ഉണ്ടാക്കാനാണ്, പക്ഷെ അവർക്ക് സാമൂഹ്യമായ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഭരണഘടനാപരമായിട്ട് CLR ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പബ്ലിഷേഴ്സിനും നല്ല സാഹിത്യം ഉണ്ടായാൽ മാത്രമേ വിറ്റുപോകുന്നു വേണം. ഈ സാഹിത്യം എന്ന കപ്പൽ തന്നെ മുങ്ങാതിരിക്കണമെങ്കിൽ അത് ആവശ്യമുണ്ട്. മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഐക്യം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരേ ഒരു കലാരൂപമായ സാഹിത്യത്തെ പരിപോഷിപ്പിക്കാൻ, അത് സൃഷ്ടിക്കുന്നതിലുള്ള ബ്ലോക്കുകളെല്ലാം അതിജീവിച്ച് വരാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നമസ്കാരം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പോലെ കഥ പറച്ചിലുകാരുണ്ട്. കഥ പറച്ചിലുകാരും കണ്ണൂരൊക്കെ നിഷാദിനെ അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടെ, കവിതക്കാരി എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്. അതായത് കാര്യങ്ങൾ ഒത്തിരി വളച്ചൊടിച്ച് ഒത്തിരി കള്ളം പറയുന്ന പെൺകുട്ടികളെ അമ്മമാർ വിളിക്കുന്ന പേരാണ് നീ വലിയ കവിതക്കാരിയാണ് എന്ന് പറയും. അപ്പോൾ ഈ ഒരിച്ചിരി ഒരു വ്യാജവും ഇച്ചിരി ഒരു കള്ളത്തരവും ഒക്കെ ഈ രചനയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കൊക്കെ ഉണ്ട്. ഇച്ചിരി ഒരു സൂത്രശാലിത്വവും ഇച്ചിരി ഒരു ഒളിച്ചു വെക്കലും ഇച്ചിരി കള്ളത്തരവും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സൈക്കിക് സ്ട്രക്ചറുള്ള ആളുകളാണ് പൊതുവെ റൈറ്റേഴ്സായിട്ട് വളരെ വിജയിച്ചു വരുന്നത്. എഴുത്തുകാരുടെ ഏറ്റവും വലിയ ഭയങ്ങളിലൊന്നാണ് ഈ ഗണേശ് ആലോചിച്ച് തീരുമാനിച്ച പോലെ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒഴിഞ്ഞ കടലാസിനെയാണ് എഴുത്തുകാർക്ക് ഏറ്റവും കൂടുതൽ പേടി. ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങളിലൊന്നായിട്ട് വിസ്ലാവ ഷിംബോർസ്ക ഇത് പറഞ്ഞിട്ടുണ്ട്. ബ്ലാങ്ക് പേപ്പറിനെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബ്ലാങ്ക് പേപ്പർ ബ്ലാങ്ക് ആയതുകൊണ്ടല്ല ഭയപ്പെടുന്നത്, അവിടെ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ വിസ്പർ ചെയ്താൽ, ഞാൻ അതിനകത്തോട്ട് എൻ്റെ ഒരു മന്ത്രം ചേർന്നാൽ അതിനകത്തുനിന്ന് നായകന്മാരും നായികമാരും ഉണ്ടാവും. അവർ ഉയർത്തെഴുന്നേക്കും, അവർ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിക്കാം, അവർ പൊട്ടിക്കരയാം, അവരുടെ ജീവിതം വിജയം നേടാം. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കൈയാണ് എൻ്റേത് എന്നുള്ളത് കൊണ്ടാണ് ഈ ബ്ലാങ്ക് പേപ്പറിനെ കാണുമ്പോൾ എഴുത്തുകാർ പലപ്പോഴും ഭയപ്പെടുന്നത്. സാറ മാരിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ഒരു റൈറ്റിംഗ് സ്ട്രഗിളിനെ പറ്റി വളരെ ദീർഘമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ അവസാനം കൊണ്ടുവരുന്ന ഒരു കൺക്ലൂഷൻ, അവരത് എത്തിച്ചേർന്ന ഒരുപാട് സ്ട്രഗിളിനെ പറ്റി പറയുന്ന ഒരു ലേഖനമാണ്. ഞാനത് മുഴുവനൂടെ പറയുന്നില്ല. അതിൻ്റെ കൺക്ലൂഷനിൽ അവർ 3 കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. റൈറ്റിംഗ് വാസ് നെവർ ദ ഗോൾ, എഴുത്തായിരുന്നില്ല ഒരിക്കലും ലക്ഷ്യം. അണ്ടർസ്റ്റാൻഡിങ് മൈസെൽഫ് വാസ്, എന്നെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. റൈറ്റിംഗ് വാസ് ജസ്റ്റ് എ ടൂൾ, അതിനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു എഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈറ്റിംഗ് പേഴ്സണാലിറ്റീസിന് പൊതുവേ അവരുടെ ഭാവനയെന്ന് പറയുന്നത് അവരെ വട്ടം ചുറ്റിക്കുന്ന ഒരുപാട് ചുഴലികൾ ചേർന്ന ഒരു ഭാവന ആയിരിക്കും അവർക്കുള്ളത്. അത് ഒന്ന് ഒതുക്കിയെടുക്കുന്നത് എങ്ങനെ എന്ന് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്നിരുന്ന് ആലോചിക്കാനുള്ള ഒരു ഇടമാണ് ഈ ക്യാമ്പ്. പല എഴുത്തുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ടും ചില ആൾക്കാരുണ്ട്, വളരെ പ്രൊഫഷണൽ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രൊഫഷണൽ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ വലത് കൈ കൊണ്ട് കഥ എഴുതുകയും ഇടത് കൈ കൊണ്ട് കവിത എഴുതുകയും ചെയ്യുന്ന ആളുകൾ, അത്തരത്തിൽ ഉള്ള പ്രൊഫഷണൽ റൈറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എഴുത്തിനെ പ്രതിരോധമായി കാണുന്ന കുറേ ആളുകളുണ്ട്. ആ എഴുത്തിനെ പ്രതിരോധമായി കാണുമ്പോഴാണ് നമുക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വായിക്കേഴ്സിൻ്റെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും മലയാള സർവകലാശാലയുടെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആവാം അത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം അനുമതി കൊടുത്തു തന്നെ. പിന്നെ വേറൊരു കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി പലതും യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്രീം ഓഫ് ദ ക്രോപ്പ് ആണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം അത്രയും ചുരുക്കം കുറച്ച് പേർക്ക് ഇതിന് എന്താ പറയുക
പങ്കെടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മിക്ക എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും നമ്മളിതിൻ്റെ അസസ്മെൻ്റ് നടത്തും. ഫീഡ്ബാക്ക് മാത്രം എടുത്ത് അതിൽ ഒതുക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിനൊരു പ്രവർത്തനം നടത്തുന്നു, 100 പേരുണ്ടാവും, അവരിൽ നിന്നെല്ലാം ഫീഡ്ബാക്ക് കിട്ടുന്നത് സാധ്യമല്ല. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ആ ഫീഡ്ബാക്കോട് കൂടി IQACക്ക് അതങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ട്. കാരണം ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി മലയാള സർവകലാശാല നടത്തിയതിന് ശേഷം അതെങ്ങനെ നിങ്ങൾക്ക് ബെനിഫിഷ്യലായി എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗ്രൂപ്പാണിത്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അത്തരം സംഘർഷങ്ങളും രചനാസ്തംഭനാവസ്ഥകളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ ഇതിൽ നിന്നൊരു ദിവ്യൌഷധം, ഒരു പനേസ്യൊന്നും ഉണ്ടാവില്ല. പക്ഷേ പല വഴികളിലൂടെ നമുക്ക് നമ്മുടെ ബ്ലോക്കിനെ മറികടക്കാൻ സാധിക്കും. അതിന് ഉചിതരായ ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ തരത്തിൽ ഇത് സാർത്ഥകമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമുക്ക് ഈ ഒരു ആശയം കിട്ടിയാൽ അതിൻ്റെ ഒരു തരി അതെങ്ങനെ വിടർത്തി ഒരു നറേറ്റീവാക്കി മാറ്റാം എന്നുള്ള ഒരു അന്വേഷണമാണ് മൊത്തത്തിൽ എനിക്ക് തോന്നി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ നടക്കാൻ പറ്റുന്നത്. നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഈ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 20 പേരിരിപ്പുണ്ട്. 20 പേർക്കും 20 വ്യത്യസ്തമായ കാരണങ്ങളായിരിക്കും ഉള്ളത്. പൊതുവേ അത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആരോടോ ഉള്ള ഒരു റെസ്പോൺസാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ ഉള്ളിലുള്ള ആൾ തന്നെയാണ്, അല്ലാതെ പുറത്തുള്ള ആരെയും നമ്പാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആളാണ്. നമ്മുടെ ഏറ്റവും വലിയ ശല്യവും ഈ ഉള്ളിലുള്ള ആളാണ്. കാരണം ഇയാൾ തന്നെ നിരന്തരം നമ്മളോട് ചോദ്യം ചോദിക്കും, ചിലപ്പോൾ ഉത്തരം പറയും. ഇത് ശ്രദ്ധിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വസ്ഥത തരുന്ന ഒരു സാധനമാണ് ഈ മെറ്റാ തിങ്കിങ് എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിലെ ആൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ഉള്ളിലെ ഒരാൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഓട്ടോ പൈലറ്റിലാണ് എപ്പോഴും നടക്കുന്നത്. നമ്മുടെ മനസ്സിങ്ങനെ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടേയിരിക്കും ഫുൾ ടൈം. ഇത് പലപ്പോഴും ഒരു അർത്ഥബോധാവസ്ഥയെ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്തു പോവുക ചെയ്യുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും എന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. എനിക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം വ്യത്യാസം വന്നു തുടങ്ങി. നമുക്കൊരു ശാന്തതയൊക്കെ വളരെ കൂടി വരും. ശാന്തതയല്ല, ഡിസിപ്ലിൻ, ചെയ്യുന്ന കാര്യങ്ങളിലൊരു ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ. അതായത് നമുക്കൊരു പിടിയില്ലാത്ത ഒരു ഏരിയയാണ് ഈ റൈറ്റിങ്ങിന് വേണ്ടി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വലിയ സയൻസ് ഒന്നുമില്ല. ഇതിൻ്റെ എക്സ്പെർട്സ് എന്ന് പറയുന്ന ആളുകളും കുറേ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അതൊന്നും ഒരു പൂർണ്ണമായ നിയമങ്ങളൊന്നുമല്ല. അത് വർക്ക് ചെയ്യണമെന്നുമില്ല. ഒരാൾക്ക് വർക്ക് ചെയ്യുന്നത് വേറൊരാൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ബ്ലോക്ക് എങ്ങനെയാണെന്നുള്ളതും ബ്ലോക്ക് എങ്ങനെ മാറ്റണമെന്നുള്ളതും ഇതിനെല്ലാം അവരവരുടെ വഴികളാണ് ഉള്ളത്. അല്ലാതെ ഒരു പൊതു നിയമമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരവരുടെ വഴി കണ്ടെത്താൻ ഒരുപക്ഷെ ഇത്രയും സെഷൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറ്റി എന്ന് വരാം. നമ്മളെപ്പറ്റിയുള്ള എല്ലാ കാര്യവും നമുക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. സത്യത്തിൽ റൈറ്റിങ്ങിലൂടെ തെളിഞ്ഞു വരുന്ന അതാ നമ്മുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ എന്ന് പറയില്ല, നമ്മളെപ്പറ്റിയുള്ള നമ്മളിൽ നിന്ന് തന്നെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ, നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരിടമായിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുത്തിനെ കാണാം. നമ്മൾ ഈ ലാറ്ററൽ തിങ്കിങ്ങിൽ പറയാറുള്ള ഒരു ഇതുണ്ട്, എൻ്റെ നിഴലിന് ഒരു രഹസ്യ കഥയുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നാലോചിക്കാമെന്ന് പറയും. ഈ ഐഡിയ ജനറേഷൻ പറയുമ്പോൾ എൻ്റെ നിഴലിന് വേറൊരു കഥയുണ്ടെങ്കിൽ ആ കഥ എന്തായിരിക്കും എന്നാലോചിക്കാമെന്ന് പറയും ലാറ്ററൽ തിങ്കിങ് എന്ന് പറയുന്ന പോലെ. അതുപോലെ നമ്മൾ പലപ്പോഴും ഈ പോയറ്റ്സിനെ പറ്റി നമുക്ക് പറയാവുന്ന ഒരു കാര്യം, അവർ ഈ ഉള്ളു ഞെക്കിയാണല്ലോ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹൃദയവൃക്ഷോഭത്തിൻ്റെ വക്കിൽ നിന്നാണ് പലപ്പോഴും ഈ കാവ്യദേവതയുടെ നൃത്തം എന്ന് പറയും. അപ്പോൾ അത് എഴുതുമ്പോഴാണ് അത് ഒന്ന് അടങ്ങി വരുന്നതും അത് മനസ്സിലാക്കി നമുക്ക് എടുക്കാൻ കഴിയുന്നതുമൊക്കെ.
പിന്നെ ഗദ്യത്തിൽ അല്ലാത്ത നോൺ ഫിക്ഷൻ റൈറ്റിങ്സ് ഉള്ള ആളുകൾ ഇതിനകത്ത് ഇപ്പോൾ ഈ നിങ്ങൾ ഈ പരിചയപ്പെടുത്തിയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്റ്റുഡൻസ് ഇതിൽ കഥാകൃത്തുക്കളുണ്ട് എന്ന് ഇവിടുന്ന് ഗണേഷ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കവികളുണ്ട് എന്നും മനസ്സിലായി. പക്ഷെ അവരാരും അത് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ തകരാറ്. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ആദ്യം ആ ഡിസിഷൻ എടുക്കണം. ഐ എം എ പോയറ്റ്. ഈ ടർജനേവിൻ്റെ ഒരു ദ സിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അതായത് ഈ 1850 50 മുമ്പാണ് അത് 1850 മുമ്പുള്ള കാലത്താണ് അത് എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കഥയെന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള ഒരു ക്രാഫ്റ്റൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല. ആ കഥ വളരെ ഭയങ്കര മാസ്റ്റർ പീസായിട്ടുള്ളൊരു കഥയാണ്. സിംഗേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് റഷ്യയിലെ ഒരു ഗ്രാമത്തിലെ ഒരു കള്ളുഷാപ്പിൽ നടക്കുന്ന ഒരു പാട്ട് മത്സരമാണ്. നല്ലൊരു പാട്ടുകാരനും അങ്ങനല്ലാത്ത ഒരു ഇച്ചിരി ഭ്രാന്തനായ ഒരു ചെറുപ്പക്കാരനും തമ്മിലുള്ളൊരു അവർ രണ്ടുപേരും പാട്ട് പാടുന്ന മത്സരിക്കുന്ന. പക്ഷേ ഇത് പറയുമ്പം ഇയാളുടെ ഒരു ഡിസ്ക്രിപ്ഷനുണ്ട്, അവിടുത്തെ കൺട്രി സൈഡിൻ്റെ വലിയൊരു ഡിസ്ക്രിപ്ഷൻ. ഇയാൾക്കെന്തോ അവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ടർജനേവ്, കവിയുമാണല്ലോ. പക്ഷേ അന്നത്തെ കാലത്തെ സാധാരണ റഷ്യൻ നഗരജീവികളായ മനുഷ്യർക്ക് ഈ കൺട്രി സൈഡിനെ പറ്റിയോ അവിടുത്തെ ജീവിതത്തെ പറ്റിയോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് വിവരിക്കുക എന്നൊരു ഉദ്ദേശം കൂടി കഥ എഴുത്തിലുണ്ട്. റിപ്പോർട്ടാഷ് എന്ന് പറയുന്ന ആ ഒരു രൂപം കൂടെ അതുണ്ട്. പിന്നെ അതിൽ ഈ ആളുകളെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഫേഷ്യൽ എക്സ്പ്രഷൻസാണ് പറയുന്നത്. ഇതുകൊണ്ട് നമുക്കൊരു പിടിയും കിട്ടത്തില്ല ആളുകളുടെ രൂപം എങ്ങനെ ഇരിക്കുകയെന്ന് ഒരു ഐഡിയ. ഇത്രയും ഡിസ്ക്രൈബ് ചെയ്യേണ്ട, അത് നമുക്കിപ്പോൾ അറിയാം. ഈ കഥ ഇത്രയും ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നമുക്കിപ്പോൾ അറിയാം. ഇത്രയൊന്നും മുഖം പറയേണ്ട കാര്യം, ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട കാര്യമില്ല ഒരാളിനെ രൂപം കിട്ടാൻ. പക്ഷേ ഇയാളുടെ ഈ ഡീറ്റെയിൽസ് കൊണ്ട് രൂപം ഒട്ട് കിട്ടത്തുമില്ല. അപ്പം അത് കഥയിലെ അത്തരം പ്രിൻസിപ്പിൾസ് ഒന്നും ഡെവലപ്പ് ചെയ്ത് വരാത്ത കാലത്ത് ടർജനേവ് എഴുതിയ ഈ കഥ അതിഗംഭീര ഒരു കഥയുമാണ്. അതൊരു മാസ്റ്റർ പീസ് ആവുന്നതിന് വേറെ ചില കാരണങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഫിക്ഷനിൽ പറയുന്നത് ഫസ്റ്റ് പേഴ്സണിൽ പറഞ്ഞാൽ കുറച്ച് ഇൻറ്റിമസി കൂടുതലുണ്ടാവും. നമുക്ക് നേരിട്ട് പറയുക, ഞാൻ എന്നുള്ള പറയുക. ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ മനോവികാരങ്ങൾ പറയണമെങ്കിൽ എപ്പോഴും തേർഡ് പേഴ്സണിൽ പറയുന്നതാണ് നല്ലത്. അത്രയും പറയാൻ പറ്റും. പിന്നെ അതിൽ തന്നെ അവരുടെ വിധിയിലൊക്കെ കയറി എഴുത്തുകാരന് പിടികൊടുക്കണമെങ്കിൽ തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ഇത് പറയും. നമ്മുടെ സി വി രാമൻ പിള്ളയുടെ കഥാപാത്രങ്ങളെ സി വി ആണല്ലോ അതിനകത്തെ ആ കഥാപാത്രം എന്തായിത്തീരണമെന്നുള്ള വിധി നിശ്ചയിക്കുന്നതും അതെല്ലാം പുള്ളി തന്നെയാണ്. ദൈവത്തെ പോലെയുള്ള ആഖ്യാതാവ് എന്ന് പറയുന്നതാണ് തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഈ സ്ട്രക്ചറിൻ്റെ കാര്യമൊക്കെ ആ ബുക്ക്ലെറ്റിലുണ്ട്. ഈ സ്ട്രക്ചർ വേണോ വേണ്ടായോ എന്നൊക്കെ ഉള്ളതൊരു ചോദ്യമാണ്. പക്ഷേ സിനിമയൊക്കെ എഴുതുമ്പോൾ എപ്പോഴും അതിനൊരു സ്ട്രക്ചറുണ്ടല്ലോ. അത് വളരെ ലോകത്ത് ഇതേവരെ ആകപ്പാടെ 30 പ്ലോട്ടേ ഉള്ളൂ. എത്രായിരം സിനിമ ഉണ്ടെന്ന് പറഞ്ഞാലും ആ 30 പ്ലോട്ടിനകത്ത് 30 തന്നെ സ്ഥിരം വരുന്നത് 15 പ്ലോട്ടേ ഉള്ളൂ. ആ 15 പ്ലോട്ടിൽ വരും എല്ലാ സിനിമകളും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ. അല്ലാതെ നമ്മളീ കാണുന്ന ഫെസ്റ്റിവലിൽ കാണുന്ന സിനിമകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത സിനിമകൾ. അതിലും വേറൊരു തരം ഗ്രാമർ സ്ഥിരമായി വരും. അപ്പോൾ ഈ ഘടനയ്ക്കൊരു സിംഫണി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഘടന ഉപയോഗിക്കുന്നത്. ഒരു പദപ്രശ്നത്തിലാണ് പലപ്പോഴും തുടങ്ങുന്നത്. ഒരു റിഡിൽ ആണ് എപ്പോഴും ഫിക്ഷൻ തുടങ്ങാൻ നല്ലത്. അല്ലെങ്കിൽ ഒരു ഷോക്കിൽ നിന്ന് തുടങ്ങാം, അതിൽ നിന്ന് തുടങ്ങും. പിന്നെ അതിലേക്ക് ഈ ടെൻഷൻ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വരും. അതിനൊരു ക്ലൈമാക്സ് വരുന്നു. അതൊക്കെ ഇതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിവൃത്തത്തിൻ്റെ പൂരണം എന്ന രീതിയിലുള്ള തിരമാലകൾ. ഇതിൻ്റെ ഒന്നും എല്ലാ ഘടകങ്ങളും ഒന്നും എല്ലാ നോവലുകളിലും ഒന്നും വരാറില്ല. പലതും അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇടാറുണ്ട്. വലിയ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന പുസ്തകങ്ങളിലൊന്നും ഈ ഘടന അതേപടി പിന്തുടരാറില്ല. എല്ലാം തികഞ്ഞത് എഴുതണം എന്നുള്ള ആ ഒരു സംഭവമാണ് പലപ്പോഴും. അങ്ങനെ ഒരു സംഭവം സാധ്യതയില്ല. അതിലപ്പം ഇംഗ്ലീഷിൽ ഇങ്ങനൊരു നിയമം തന്നെ പറയുന്നത് ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഏറ്റവും മോശം എഴുതാനുള്ള അവകാശം എന്നുള്ള, അത് എഴുതി വെക്കേണ്ട, തെറിയത് ദ ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് റൂൾ എന്നുള്ളതേ. അങ്ങനെ ഒരു ആദ്യത്തെ എഴുതാനായിട്ട് അപ്പം ഈ ഹെമിംഗ്വേ പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു വാചകമുണ്ട്, ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് എനിത്തിങ് ഈസ് ഗാർബേജ്. ആരെഴുതിയതായാലും ഏത് മഹത്തായ കൃതിയായാലും അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ചവറായിരിക്കും. നമ്മൾ പതിവായി എന്താണോ എഴുതുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ സുഖമായിട്ട് എഴുതുന്നെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്ലോക്ക്ഡ് ആവുകയാണെങ്കിൽ ആ സമയം തിരിച്ചിട്ട് നോക്കിയാൽ ചിലപ്പം ഈ ബ്ലോക്ക് മാറാറുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ട്.
പക്ഷേ ഇത് കുറേ നാൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ തന്നെ ഇത് വായിച്ച് ഇത് ഒരു കാശിനും കൊള്ളത്തില്ല എന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനം എടുക്കും. ഇതെല്ലാം നിങ്ങളുടെയും കൂടെ അനുഭവമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നതിൽ നിന്നും ഇതെല്ലാവരുടെയും കൂടെ അനുഭവമാണ്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് ആ ചൂട് തീരുന്നതിന് മുമ്പ് തന്നെ അത് വർക്ക് ചെയ്ത് ആ ചെയ്ത വർക്ക് ഫിനിഷ് ചെയ്ത് ഈ 95% തീർത്ത് വെച്ചേച്ച് പിന്നെ കളഞ്ഞേച്ച് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്. ആ 5% എത്ര ഡള്ളാണെങ്കിലും ആ പണി മാനുവൽ ലേബറായിട്ടിരുന്ന് കുത്തിയിരുന്ന് ചെയ്ത് അത് തീർത്ത് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുമോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് ആ പണി തീർക്കണം. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പറയുകയല്ല, നമ്മൾ ഒരുമിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു രചന എങ്ങനെയാണ് രൂപപ്പെട്ട് പുസ്തകമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് എഴുത്തുകാരെ പല രീതിയിൽ നമുക്ക് മെൻ്റർ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് അവരുടെ റൈറ്റേഴ്സ് നോക്കി നമ്മൾ മറികടന്നത്. എഴുത്തുകാർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള സംഘർഷങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്തത്, അത്തരം കാര്യങ്ങൾ നമ്മളോട് പറയും. അതിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാളത്തിൽ ശരിക്കും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു നിശബ്ദരായ ഒരു വിഭാഗമാണ് പുസ്തക പ്രസാധന സ്ഥാപനത്തിലെ എഡിറ്റേഴ്സ്. എല്ലാവരും പറയും മലയാളത്തിൽ എഡിറ്റർമാരില്ല എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന VH നിഷാദ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ലിറ്റററി എഡിറ്റിങ്ങിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പത്രപ്രവർത്തനാണ്. വേണുമാഷ്, ഞാൻ ഉൾപ്പെടെ ഒരു വലിയൊരു കൂട്ടം സമൂഹം നിശബ്ദമായിരുന്നു കൊണ്ട് ഒരുപാട് മലയാളത്തിൽ നിങ്ങൾ വായിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പരിപൂർണമായിട്ടും എഡിറ്ററുടെ എഫേർട്ട് അതിനകത്തുണ്ട്. അപ്പോൾ ഒരു കൃതി ഏറ്റവും മികച്ചതാക്കാൻ ഒരു എഡിറ്ററുടെ പിന്തുണ നിർബന്ധമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ നല്ല എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതി ഇത്രയും ചെറുതാവാനുള്ള കാരണം അദ്ദേഹം നല്ലൊരു എഡിറ്റർ ആയതുകൊണ്ടാണ്. ഓരോ പതിപ്പും OV വിജയൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. ഖസാക്കിൻ ഇതിഹാസമാവട്ടെ, അല്ലെങ്കിൽ പിന്നീട് വന്ന കൃതികളാവട്ടെ, ഓരോ പതിപ്പ് ചെയ്യുമ്പോഴും ഓരോ പ്രസാധകരെ വിളിച്ചുകൊണ്ട് ഇന്ന വാക്ക് വെട്ടണം, ഇന്ന വരി ഒഴിവാക്കണം, ഇന്ന അധ്യായം ക്രമീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുക. നിങ്ങൾ എഡിറ്റിങ്ങിൻ്റെ ആദ്യത്തെ നമ്മുടെ ലെസൺ ഇവിടെ തുടങ്ങുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഫ്രീ ആയിട്ട് സെൽഫ് എഡിറ്റ് ചെയ്യാതെ പരിപൂർണമാക്കുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് സെക്കൻഡ് തോട്ട് വേണ്ട. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചിന്തയിൽ എന്താണോ നിങ്ങൾ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാതിരിക്കുക. പരിപൂർണമായിട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു കൂളിംഗ് പീരീഡ് കൊടുക്കുക. 1 ആഴ്ച 2 ആഴ്ച കൊടുത്ത ശേഷം ആ കൃതിയെ നിങ്ങൾ വീണ്ടും വായിക്കുക. ആ വീണ്ടും വായിക്കുമ്പോൾ അതിന് നമുക്കൊരു 3 ലെവലിലാണ് സാധാരണ നമ്മൾ ഒരു രചനയെ നമ്മൾ സമീപിക്കുക. ഒന്ന് അതിൻ്റെ സ്ട്രക്ചറാണ്. നമ്മൾ എഴുതിയ കഥയോ കവിതയോ നോവലോ ആവട്ടെ, അതിൻ്റെ ഘടന ഓക്കെ ആണോ, അതിലേതെങ്കിലും അധ്യായങ്ങൾ കൂടുതൽ വേണോ, ആ കഥ മുന്നോട്ട് നയിക്കാൻ ഇത്ര അധ്യായങ്ങൾ മതിയോ, അല്ലെങ്കിൽ അധ്യായങ്ങളുടെ ക്രമം വായനക്കാരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിലാണോ അധ്യായങ്ങളുടെ ക്രമം, അല്ലെങ്കിൽ അത്തരം ഘടകങ്ങളാണ് ആദ്യത്തെ സ്ട്രക്ചറൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുക. പിന്നീട് നമ്മൾ ചിന്തിക്കുക അതിൻ്റെ കോപ്പി എഡിറ്റിംഗ് ആണ്. കോപ്പി എഡിറ്റിംഗ് സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന അതിൻ്റെ ഭാഷ, നമ്മളൊരു ആശയം ആവിഷ്കരിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ വേണ്ടത്, ഇത് വേറെ ഏതൊക്കെ രീതിയിൽ നമുക്കിത് പറയാം, കുറേ കൂടി ആകർഷകമാക്കാം, ഞാൻ ഉപയോഗിച്ച വാക്ക് ഇത് തന്നെയാണോ വേണ്ടത് എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ആത്മപരിശോധന നടത്താം. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. മറ്റൊന്ന്, നിങ്ങളതിനകത്ത് എഴുതിയ സംഭാഷണങ്ങൾ യുക്തിപരമാണോ, ആ സംഭാഷണങ്ങൾ അടുത്ത കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് സംഭാഷണം. ആ സംഭാഷണം അവിടെ നിന്ന് മാറ്റിയാൽ കഥയുടെ ഗതിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ചിലപ്പോൾ ആ സംഭാഷണം അവിടെ നിന്ന് മാറ്റിയ കഥയ്ക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഒരു ഉദാഹരണം വെച്ചാൽ, ഇപ്പോൾ മലയാളത്തിൽ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട, ആഘോഷിക്കപ്പെട്ടൊരു നോവൽ, ആ നോവൽ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് 70 പേജ് നമ്മൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. 70 പേജ് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ആ 70 പേജിന് പകരം നമ്മളവിടെ വെച്ചത് ഒരൊറ്റ പേജാണ് ഇൻസേർട്ട് ചെയ്തത്. ഒരൊറ്റ പേജിലാണ് 70 പേജിനെ നമ്മൾ ഒതുക്കിയത്. ഇപ്പോൾ ഒരു സക്കറിയ തേൻ എന്ന് പറയുന്ന ഒരു കഥ എഴുതിയ സമയത്ത് സക്കറിയ തന്നെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം, 8 തുടക്കങ്ങളും 8 ക്ലൈമാക്സും പുള്ളി എഴുതി. അതിൽ നിന്ന് ആവശ്യമായ തുടക്കമാണ് പുള്ളി സ്വീകരിച്ചത്. ഇപ്പോൾ MT തന്നെ പറഞ്ഞു കേട്ടു, നമ്മളെ ഒന്ന് ഹുക്ക് ചെയ്യുന്ന ഒരു വരി ഉണ്ടെങ്കിൽ വായനക്കാരൻ അകത്തോട്ട് പ്രവേശിക്കുന്നു പറയും. ആളുകൾ
ആളുകൾ ഏറ്റവും ആകർഷിക്കുന്ന ഒരു വരി നമ്മൾ തുടങ്ങി. മലയാളത്തിലെ എല്ലാ ക്ലാസിക്കിൻ്റെയും ആദ്യത്തെ വരി നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നൊരു ചൂണ്ടയായിരിക്കും. അത് പ്രധാനമാണ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പം മേജർ രാധാകൃഷ്ണൻ കഴിഞ്ഞ മിക്കഴും പറയുന്നുണ്ട്, ബേസിക്കലി ഇതൊരു എൻജിനീയറിംഗ് ആണ്. ഫസ്റ്റ് നിങ്ങൾ എഴുതിയ ശേഷം നിങ്ങൾ പിന്നീട് ചെയ്യുന്നത് പ്യൂർലി എൻജിനീയറിംഗ് ആണ്. അത് എങ്ങനെയാണ് അതിനെ ആ ശില്പത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആ വൈകാരികതയാണ് പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബ്ലോക്ക്. അത് വൈകാരികത മാറ്റിയിട്ട് നിങ്ങളതിനെ ആ വർക്ക് മാത്രമായിട്ട് അതിനൊരു ഒരു കൃതി കഴിഞ്ഞ ശേഷം ഒരു കൂളിംഗ് പീരീഡ് കൊടുക്കുക നിർബന്ധമായിട്ടും. ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാവും. പിന്നീട് നിങ്ങൾ വീണ്ടും അത് ഒന്നുകൂടെ പരിശോധിക്കും. ഒരു കൃതി എന്താണ് നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. 1-2 സ്റ്റേജുകൾ പറയാം. ഒന്ന് കഥാപാത്രങ്ങളെക്കുറിച്ച്. നിങ്ങളൊരു സാധനം എഴുതുമ്പോൾ കഥാപാത്രം കൊണ്ടുമ്പോൾ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വായനക്കാരന് മനസ്സിലാവുന്നുണ്ട്. ഒരു നോവൽ എഴുതുമ്പോൾ, ഒരു കഥ എഴുതുമ്പോൾ കഥാപാത്രത്തിൻ്റെ ഒരു വികാസം നമ്മൾ രേഖപ്പെടുത്തും. ആ വികാസം ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങൾ കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു കാലഘട്ടത്തിൻ്റെ നോവൽ എഴുതുമ്പോൾ കഥാപാത്രത്തെ നിങ്ങൾ ആദ്യം ഒരു 20 വയസ്സുകാരനാക്കി ഇരുന്ന കഥാപാത്രം അവസാനം വരെയും 20 വയസ്സുകാരൻ്റെ മനോനിലയിൽ തന്നെയാണോ, അയാളുടെ ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യണം. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. കഥാപാത്രം വളരുകയുണ്ടാവില്ല. കഥാപാത്രത്തിൻ്റെ ലോകം, കഥാപാത്രത്തിൻ്റെ അനുഭവജ്ഞാനങ്ങളോ യാതൊരു വികാസം ഉണ്ടാവില്ല. അത് നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, നമ്മളതിനകത്ത് അവതരിപ്പിക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഉണ്ടോ, അത് നമ്മൾ ചില ആളുകൾ കഥാപാത്രം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനൊരു ഐഡൻറ്റിറ്റി വേണം. ആ ഐഡൻറ്റിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് വെറുതെ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണോ, ആ കഥാപാത്രത്തെ നിങ്ങൾക്ക് ആ കൃതിയിൽ രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. പിന്നെ ഇപ്പോൾ കഥ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നോവലിൽ ശക്തമായിട്ടുണ്ടോ. ഇപ്പോൾ ഒരു നോവൽ നമ്മൾ വായിക്കുമ്പോൾ പറയാം, ചിലർ ഒരു അന്വേഷണമായിരിക്കാം, ഇപ്പോൾ തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടുകാരനെ തേടി ഒരാൾ നടത്തുന്ന, വർഷങ്ങൾക്ക് നഷ്ടപ്പെട്ട കൂട്ടുകാരനെ ഒരാൾ നടത്തുന്ന ഒരു അന്വേഷണമാണ് നോവൽ വിചാരിക്കും. ആ ചില നോവലുകളിൽ എല്ലാ സാഹചര്യങ്ങളും എഴുത്തുകാരൻ അറിയാതെ നോവലിസ്റ്റിന് മുന്നിൽ കൊണ്ടിടും. ഒരിക്കലും നമ്മുടെ കഥയിൽ സങ്കല്പിക്കാത്തായിരിക്കും. വളരെ എളുപ്പത്തിൽ അവിടെ എടുത്ത് എല്ലാ സന്ദർഭങ്ങളും വളരെ എളുപ്പം പിന്നെ അടുത്ത് പോയി അവിടെ പോകുമ്പോൾ ആ അയാളുടെ ലക്ഷ്യത്തിലേക്കുള്ള സൂത്രങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ വളരെ എല്ലായ്പ്പോഴും യാദൃശ്ചികതകൾ മാത്രമുള്ള യാത്രകൾ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെയെല്ലാം ചിലർ എഴുതാറുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ കഥാപാത്രങ്ങളുടെ ആക്ഷനെല്ലാം ആ കഥയെ മുന്നോട്ട് നയിക്കുന്നതാണോ, യാതൊരു തരത്തിലുള്ള കഥാഗതിയെ മുന്നോട്ട് നയിക്കാതെ കഥാപാത്രത്തിൻ്റെ ചില ആക്ഷൻസ് എഴുതി വയ്ക്കും. പക്ഷെ അത് ആക്ഷൻ അവിടെ ഇല്ലെങ്കിലും ആ ചില മുഹൂർത്തങ്ങൾ ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. ആ ഓരോ മുഹൂർത്തവും കഥയ്ക്ക് ഇണങ്ങുന്നതാണോ, ഓരോ പാരഗ്രാഫ്, അത്തരം കാര്യങ്ങളൊന്നും നോക്കി. മാത്രമല്ല ഓരോ പാരഗ്രാഫ് തീരുമ്പോഴും ആ പാരഗ്രാഫ് അടുത്തതിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ടോ, ആ കഥാഗതി മുന്നോട്ട് രീതിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതൊക്കെ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു എഡിറ്റർ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പിന്നെയുള്ളത് ഈ സംഭാഷണങ്ങൾ ചെയ്യുമ്പോഴാണ്. സംഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഈ സംഭാഷണങ്ങളെല്ലാം സ്വാഭാവികമാണോ എന്ന് ചിന്തിക്കണം. അതിൻ്റേതായ സംസാര ശൈലിയിലാണോ നിങ്ങൾ എഴുതുമെന്ന് വെച്ചാൽ. ഇപ്പം എന്താണെന്നറിയാം, പലപ്പോഴും ഇപ്പോൾ കോഴിക്കോട്ടെ ഒരു ലോകത്തെക്കുറിച്ച് ഒരാൾ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരാൾ എഴുതുമ്പോൾ ആ കഥാപാത്രങ്ങളെല്ലാം തിരുവിതാംകൂറിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു സാഹചര്യം വരും. അത് നിങ്ങളുടെ കഥ നടക്കുന്ന സ്ഥലം എവിടെയാണോ, ഇടം എവിടെയാണോ, അതിൻ്റെ ഒരു ഭാഷാ സംസ്കാരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ കഥ മൗലികമായിട്ട് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പാലക്കാട്ടുകാരനാണ്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിനെ പശ്ചാത്തലമാക്കി കഥ എഴുതുമ്പോൾ എൻ്റെ സംഭാഷണം മുഴുവനും പാലക്കാടൻ ശൈലിയിലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. രചനകൾ എഴുതുമ്പോൾ വളരെ ക്ലീശയായിട്ട് നമ്മൾ ഇക്കാലം അത്രയും നമ്മൾ വായിച്ചിട്ടുള്ള കൃതികളിലെ ശൈലികൾ, ഉപമകൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ആ കിടക്കുന്ന സർവ്വ ക്ലീശകളെയും എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഒരു കൃതി ഫ്രഷായി നിൽക്കുന്നത് നിങ്ങളുടേതായൊരു മുദ്ര എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത്. ചിലപ്പോൾ പ്രയോഗങ്ങൾ, ഇപ്പം ഖസാക്ക് ഒത്തിരി പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ചില വർക്കുകൾ വരുമ്പോൾ അവർ തന്നെ മാറ്റുമ്പോൾ ചില വരികളിൽ ആ ശൈലി ഭയങ്കരമായിട്ട് ഇപ്പം എം ടിയുടെ ശൈലി വരാറുണ്ട്, ബെന്യാമിൻ വരാറുണ്ട്. സമീപകാലത്ത് ഇപ്പോൾ ഈ നിഷാദോ അല്ലെങ്കിൽ ബിനോയ് തോമസോ ഒക്കെ എഴുതുന്ന കഥകളുടെയൊക്കെ ശൈലികളിൽ ആളുകൾ പുതിയ രചനകൾ തരാറുണ്ട്. അവരുടെ സംഭാഷണ ശൈലി, അവരുടെ ഒരു ക്രാഫ്റ്റ്, അവരുടെ വാചകഘടന, അതൊക്കെ ആവർത്തിച്ച് വരാറുണ്ട്. അപ്പം അത്തരം കാര്യം നിങ്ങളുടെ എഴുത്തിൽ നിങ്ങളുടേതായൊരു മുദ്ര
ആവിഷ്കാരത്തിൽ, ഭാഷയിൽ, പദപ്രയോഗത്തിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ കൃതി മൗലികവും നിങ്ങളുടേതുമായി തീരും. അങ്ങനെയാണ് ഒരു കൃതി മറ്റു കൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയതിനെ ഒരു മാക്സിമം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്, കൂട്ടാൻ ശ്രമിക്കരുത്. മാക്സിമം എഡിറ്റ് ചെയ്ത് അതിനൊന്ന് ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ, കുറഞ്ഞ വാക്കുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കുറച്ച് ശ്രമിക്കേണ്ടത്. ഇൻ്റർനാഷണലി ഫിക്ഷനിൽ ഒരിക്കലും ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒന്നും കൊടുക്കാറില്ല. കാരണം വെച്ചാൽ അതൊരു കൾച്ചർ, അങ്ങനെ അത് വായനയെ ബാധിക്കുന്നുള്ളതുകൊണ്ടും നമ്മുടെ ഇമാജിനേഷൻ്റെ ഒരു ലിമിറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടും ഫിക്ഷനിൽ കൊടുക്കാറ്. ചില ആളുകൾ ഇന്ന ചില ഗ്രാഫുകൾ വേണം, ചില രേഖകൾ വേണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കൺവിൻസ് ചെയ്യും. അപ്പോൾ ചിലർ പറയും അങ്ങനെയല്ല, അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് നിർബന്ധമാണ്. ഇപ്പോൾ ആനന്ദിൻ്റെ പരിണാമത്തിൻ്റെ ഭൂതങ്ങൾ എന്ന് പറഞ്ഞ നോവല് ആൾക്കൂട്ടത്തിൻ്റെ പിൽക്കാല മുംബൈയാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ആനന്ദ് ചെയ്തു പിൽക്കാല മുംബൈയുടെ പടങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. അതേ സമയത്ത് പക്ഷേ സാധാരണ ഫിക്ഷനിൽ അത് ഉപയോഗിക്കാറില്ല. കാരണം അത് നോൺ ഫിക്ഷനല്ലേ. നോൺ ഫിക്ഷനിലാണ് ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കപ്പെടുക. പിന്നെ അത് ഹിസ്റ്റോറിക്കലായ എലമെൻറ്റുകൾ വെക്കാൻ പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫിക്ഷനിൽ അത് വെക്കരുത്, അതിന് നോൺ ഫിക്ഷൻ്റെ ഒരു സ്വഭാവം ലഭിക്കും. അതുകൊണ്ട് ഇതൊരു പരിപൂർണമായൊരു ഭാവനയാണ്. പിന്നെ അനുബന്ധമായിട്ട് നമ്മൾ ഇത്തരം വിവരങ്ങൾ നമുക്ക് ചേർക്കാം. ചില ബയോ ഫിക്ഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫിക്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചേർക്കാമെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഞാനത് കൽപ്പറ്റ നാരായണ മാഷ് ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിൽ കഥ പറയാനുള്ള വിഷയങ്ങളുണ്ട്. ഈ മുറി ഒരു വിഷയമാണ്, നമ്മുടെ വർത്തമാനങ്ങൾ വിഷയങ്ങൾ, ഇതൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഒരു കൃതിയെ മൗലികമാക്കുന്നത്. നിങ്ങൾ എന്ത് എഴുതുമ്പോഴും ഇങ്ങനെയാണോ ഞാനത് പറയേണ്ടത്, ഇങ്ങനെ അല്ലാതെ എനിക്ക് വേറെ ഏതൊക്കെ രീതിയിൽ ഇത് പറയാൻ പറ്റും, അവിടെയാണ് ഒരു കൃതിയുടെ ശില്പം രൂപപ്പെടുന്നത്. ഒരു വാക്ക് ഞാൻ ഈ ഒരു ആശയത്തെ, അവൻ നടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തെ ഞാൻ അങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്. ഇതിന് വേറെ ഏതൊക്കെ രീതിയിൽ ആ നടപ്പിനെ എനിക്ക് ആവിഷ്കരിക്കാൻ പറ്റും. അവൻ ഉറങ്ങുന്നു എന്ന സാധനത്തെ ഞാൻ എങ്ങനെ എനിക്ക് ആവിഷ്കരിക്കാൻ പറ്റും, ഏതൊക്കെ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന ചിന്തയാണ് ഒരു കൃതിക്ക് ഒരു കുറേ കൂടി ദിശാബോധം. ഇപ്പോൾ ആ ഒരു കഥയെ എങ്ങനെ നറേറ്റ് ചെയ്യണം എന്നുള്ള മോഹനൻ്റെ ചിന്തയാണ് ആ കൃതിയെ അത്തരത്തിൽ അദ്ദേഹം അതിനെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിജയൻ ഖസാക്കി ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ MT രണ്ടാമൂഴം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി അവൻ ഒരു റാം കെയർ ഓഫ് ആനന്ദി ഡയറിയുടെ ഒരു മോഡലാണ്. ഓരോ ദിവസവും നടക്കുന്ന കഥകൾ പറഞ്ഞിട്ടാണ് ആ നോവലിൻ്റെ ഒരു കഥ പറച്ചിൻ്റെ രീതി. നമ്മൾ ഒരാളോടൊരു കഥ പറയുന്നത് പോലെയുള്ളൊരു രീതിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ബെന്യാമിൻ്റെ ഈ മൾബറി എന്നോട് ഇതിൻ്റെ സർവേയെക്കുറിച്ച് പറയുന്ന നോവല്, അതിനകത്ത് ആഖ്യാതാക്കൾ 4 പേരാണ്. ഒന്ന് ഡെയ്സി, കഥ വായിച്ചിട്ടുള്ളവരല്ലേ, ഒന്ന് തത്തയുണ്ട്, പിന്നെ മൾബറി ചെടി. ഈ 3 പേരുടെ നറേഷനാണ് മിക്സ്ഡ് ആയിട്ടാണ് ബെന്യാമിൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഒരു ഷെൽവിയുടെ കഥ പറയണമെങ്കിൽ എങ്ങനെ പറയണമെന്നുള്ള ബെന്യാമിൻ്റെ തോട്ടാണ് 4 ആഖ്യാതാക്കളിൽ നിന്നുകൊണ്ട് 4 കാഴ്ചപ്പാടിൽ ഒരു കഥ പറയാൻ ശ്രമിച്ചത്. സൊർബയുടെ കഥ ഡെയ്സിയുടെ കാഴ്ചപ്പാടിലും, മൾബറി ഇവരുടെ 2 പേരുടെയും ജീവിത കഥ പറയുന്നു, പിങ്കി മറ്റൊരു കഥ പറയുന്നു. ആരാണ് നറേറ്റർ, അവരുടെ ഒരു ഭാഷ, അവരുടെ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഭാഷയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ഫോമാണ് കവിത. വളരെ കേരളത്തിൽ പ്രസാധനത്തിൽ വളരെ കുറച്ച് പേരെ കവിതയുടെ എണ്ണത്തിൽ പ്രസാധനത്തിൽ പബ്ലിഷ് ചെയ്യാറുള്ളൂ. വിൽപ്പനയല്ല അതിനേക്കാളുപരി, അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു പുസ്തകത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ വിൽപ്പന മാത്രമല്ല നമ്മൾ മാനദണ്ഡമാക്കുക. ഒന്ന്, ഇപ്പോൾ നാടകം എന്ന് പറയുന്ന ഒരു ഷോണർ തന്നെ അച്ചടിയിലില്ല, പെർഫോമൻസിൽ കാണും. അത് വായിക്കുന്ന, ഇപ്പോൾ ശ്രീകണ്ഠൻ നായരെ വായിച്ചതുപോലെയോ അല്ലെങ്കിൽ കൃഷ്ണപിള്ളിയെ വായിച്ചതുപോലെയോ പക്ഷേ നാടകങ്ങൾ നമ്മളിപ്പോഴും പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സാഹിത്യത്തിൽ ആ ഷോണർ, ആ വ്യവഹാര രൂപത്തെ നിലനിർത്തുക എന്നൊരു ബാധ്യത കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കവിതയും നമ്മുടെ ഭാഷയെ നവീകരിക്കുന്ന, ഭാഷയെ പുതുക്കുന്ന, നമ്മുടെ ആലോചനകൾ പുതുക്കുന്ന ഒരു വലിയൊരു മാധ്യമമാണ് കവിത. കവിത ചെറുതായൊരു മാധ്യമമല്ല, വളരെ സ്ട്രോങ് ആണ്. പക്ഷെ അത് വായിച്ച് ആസ്വദിക്കുന്ന സമൂഹം കുറവായിരിക്കാം. പക്ഷെ അതിന് ആ ചെറിയ സമൂഹമാണ് നമ്മുടെ ഭാഷയെ പല രീതിയിൽ സജീവമാക്കി നിലനിർത്തുന്ന ഒരു കമ്മ്യൂണിറ്റി. നോർമലി ഒരു മാനുസ്ക്രിപ്റ്റ് പ്രോസസ്സ് ചെയ്ത് നോർമൽ പ്രോസസ്സിൽ പുറത്തിറങ്ങാൻ കുറഞ്ഞത് 6 മാസമാണ് നോർമൽ എടുക്കുക, നോർമൽ കേസിൽ. അപ്പോൾ നമ്മളൊരു വർഷം കൈകാര്യം ചെയ്യുന്ന മാനുസ്ക്രിപ്റ്റുകൾ, ഒരു വർഷം സ്വീകരിക്കുന്ന മാനുസ്ക്രിപ്റ്റുകൾ നമുക്ക് 300-350 മാനുസ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അതിൻ്റെ ലൈനിൽ നിന്നുകൊണ്ടേ പറിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഞാൻ കേരളത്തിൽ 6 മാസമാണ് എടുക്കുന്നത്. പക്ഷേ കേരളത്തിന് പുറത്ത് നമ്മളൊരു ഇംഗ്ലീഷ് പ്രസാധകരുടെ അടുത്താണ് സമീപിക്കുന്നതെങ്കിൽ 1 വർഷം 2 വർഷം എടുക്കും. അപ്പോൾ ചില പുസ്തകങ്ങൾ അനൗൺസ് ചെയ്തിട്ട് 2ാമത്തെ വർഷമൊക്കെയാണ് ആ 2ാമത്തെ വർഷം അത്രയും എഡിറ്റിങ്ങിൽ നിൽക്കുന്നുണ്ടാട്ടോ. എനിക്കൊന്ന് നമ്മുടെ നാട്ടിലേക്കാളും എഡിറ്റിങ്ങിന് പുറത്ത് കുറേ കൂടി സമയം അനുവദിക്കുന്നുണ്ട്. ഇവിടുത്തെ അത്രയും തിടുക്കം കുറവാണ്.
ഇപ്പോൾ അരുന്ധിത് റോയുടെ പുസ്തകമാവട്ടെ അല്ലെങ്കിൽ എല്ലാ നമുക്ക് ആമസോണിൽ നോക്കിയാൽ അറിയാം ചില പുസ്തകങ്ങളുടെ പബ്ലിഷ് ചെയ്യുന്ന മന്ത് അവർ ഇട്ടിരിക്കുന്നത് വരുന്ന സെപ്റ്റംബറോ ഒക്ടോബറോ ഒക്കെ ആയിരിക്കും. ഇത് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇട്ട പ്രീ ബുക്കിംഗ് ഇട്ട കോപ്പികൾ വരെ കാണും. അതിന് സമയം എടുത്ത് ചെയ്യാറുണ്ട്. ഞാൻ ഇതിനിട്ട ടൈറ്റിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് ആൻഡ് റൈറ്റേഴ്സ് നോക്ക് എന്നുള്ളതാണ്. അതായത് ഒരു റൈറ്റർ ഉണ്ടാകുന്ന ബ്ലോക്കും നോക്കും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇതുണ്ടാവുന്നത് അല്ലേ. ബ്ലോക്ക് നമ്മൾ നോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അതെങ്ങനെയാണ് ഞാനെന്ന എഴുത്തുകാരൻ ഇത്രയും കാലങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കും ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എങ്ങനെ ചെയ്തു എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏത് എഴുത്തുകാരനെ കണ്ടാലും ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കും, നിങ്ങൾ എങ്ങനെ എഴുതുന്നത്, എവിടെ വെച്ചിട്ട് എഴുതുന്നത്, എപ്പോഴാണ് സംഭവിക്കുന്നത്, എപ്പോൾ മരണം എന്നൊക്കെ ചോദിക്കുന്നവരാണ് ഈ സംഗതി. അപ്പോൾ ഞാൻ എം മുകുന്ദനെ പല പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ നിങ്ങളെ പറ്റിയിട്ടുള്ള വലിയൊരു ആരോപണം, നിങ്ങൾക്കൊരു പണിയില്ലായിരുന്നു ഇവിടെ ഫ്രഞ്ച് എംബസിയിൽ, അതുകൊണ്ടാണ് ഇത്ര എഴുതിയത്. എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. OV വിജയൻ മരിച്ച സമയത്ത് ഞാൻ ഡൽഹിയിൽ ജേർണലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നോട് മാധ്യമ വാരിക എന്നോട് പറഞ്ഞു എം മുകുന്ദൻ്റെ ഓർമ്മക്കുറിപ്പ് വേണം. പക്ഷേ അദ്ദേഹത്തിന് എഴുതാൻ സമയമില്ല, കാരണം കുറേ ഓർമ്മക്കുറിപ്പ് 2 ദിവസം കൊണ്ട് തന്നെ എഴുതി. നിങ്ങൾ പോയിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ പൈസ നിങ്ങൾക്ക് തരാം, പേര് പുള്ളിയുടെ ആയിരിക്കും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളീനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആ ഓർമ്മ എഴുതിയിട്ട് പുള്ളിയുടെ പേര് തന്നെ ഡൽഹിക്കാരെന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു ഓർമ്മയുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് 80s OV വിജയൻ അവിടെയുണ്ട്, ഡൽഹിയിലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ തമ്മിൽ കമ്പനിയാണ്. ഒരു ദിവസം മുകുന്ദൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് OV വിജയൻ കാറിൽ വന്നിട്ട് പെട്ടെന്ന് ചവിട്ടി അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഇനി ഒരു 5 വർഷത്തേക്ക് നീ എഴുതി പോരുത് എന്ന് പറഞ്ഞിട്ട് പോയി വരും. അത്ര എഴുതുന്നുണ്ടായിരുന്നു മുകുന്ദൻ. എവിടെയൊക്കെ എഴുതാൻ പറ്റും, നിങ്ങൾ നോക്കിയാൽ മതി. പ്രത്യേകിച്ചും കോഴിക്കോടത്തെ ഹരിതം ബുക്സ് എത്രയോ കുഞ്ഞു നോവലുകൾ പുള്ളി അക്കാലത്ത് എഴുതി വന്നു, നോവലേറ്റുകൾ. അത്ര ഭ്രാന്തമായിട്ട് ഇത്രയൊന്നും സൗകര്യമില്ലാത്തൊരു കാലത്ത് എഴുതി എന്നുള്ളതാണ് അവരുടെ ആവേശം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു പണിയില്ലാത്തതുകൊണ്ടാണോ? പുള്ളി പറഞ്ഞു, എന്ത് നിഷാദ് നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഏറ്റവും കൂടുതൽ പണിയുള്ള സ്ഥലമാണ് ഈ എംബസി എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് കുറേ ഫ്രഞ്ച് ഭാഷയിലാണ് പല കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ളത്. പിന്നെ കുറേ കൾച്ചറൽ അംബാസഡേഴ്സും ഇവരും വരും. അപ്പോൾ നമ്മൾ ഇവരോട് വൈകിട്ട് വിരുന്നിനും പോകണം, സോഷ്യലൈസ് ചെയ്യണം, അല്ലാണ്ട് ഈ പരിപാടി നടക്കില്ല. ഇതെല്ലാം കഴിഞ്ഞ് പാതിരാത്രിക്ക് ഞാൻ വീട്ടിലെത്തുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ എഴുതുന്നത്? ഞാൻ അതിരാവിലെ എണീക്കും, 4-3 മണിക്ക് എണീക്കും. എൻ്റെ ഓഫീസിൽ പോകുന്നതിന് 1-2 മണിക്കൂർ എഴുതും. എന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കൂർ കിട്ടും. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഊണ് കഴിച്ചിട്ട് കാറിനുള്ളിൽ കയറിയിരിക്കും. എൻ്റെ അവിടെ ഇരുന്ന് എഴുതും. ആ 1 മണിക്കൂറിൽ കാറിനുള്ളിൽ ഇരുന്ന് എഴുതും. എന്നോട് പറഞ്ഞത് ഞാൻ ടോയ്ലറ്റിലിരുന്നും ബാത്റൂമിലിരുന്ന് എഴുതിയിട്ടുണ്ട്. എം മുകുന്ദനാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഇതേ ചോദ്യം മലയാള മനോരമ വാരി കാര്യങ്ങൾ വായിക്കുന്നതെന്ന് അറിയില്ല, ഞാൻ കൃത്യമായിട്ട് ഇതൊക്കെ വായിക്കുന്ന ഒരാളാണ്. അതിൽ 3 പേരിൽ എഴുതുന്ന ഒരാളുണ്ട്. KK സുധാകരൻ അറിയാമല്ലോ, നമുക്ക് പറക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയുടെ കഥാകൃത്ത്. പിന്നെ നമുക്ക് നഗരങ്ങളിൽ ചെന്ന് പറക്കാം എന്ന കഥയാണ്, നോവലാണ് നമുക്ക് പറക്കാം മുന്തിരിത്തോപ്പുകളായത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മലയാള മനോരമയിൽ നോക്കുകയാണെങ്കിൽ KK സുധാകരൻ, പ്രസാദചന്ദ്രൻ, പിന്നെ ശ്രീദേവി, 3 പേരിൽ അദ്ദേഹം എഴുതും. ഒരേ സമയത്ത് പുള്ളി എഴുതും. 3 ടൈപ്പ് കുടുംബകഥകൾ, പ്രണയകഥ, അവീതം, അതൊക്കെ. പക്ഷേ ഗംഭീര സാധനങ്ങളായിരിക്കട്ടെ, ഭയങ്കര റീഡബിലിറ്റിയുടെ സാധനമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സുധാരേട്ടാ നിങ്ങൾ റൈറ്റ് സ്റ്റൈൽ എങ്ങനെ? കാരണം പുള്ളി പണ്ട് ഞാൻ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് അവിടെ ലൈബ്രറിയനായിരുന്നു. പുള്ളിയുടെ മറുപടി എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി, നമുക്ക് ആരാധന തോന്നിപ്പോകും. പുള്ളി പറഞ്ഞ നിഷാദ്, ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ എഴുതാത്ത ദിവസമില്ല. 30 വർഷം. അപ്പോൾ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് പുള്ളി കുറച്ച് ദൂരെയാണ് താമസം. പുള്ളി ട്രെയിനിൽ കയറിയിട്ടാണ് വരിക. പണ്ടത്തെ കാലത്ത് എല്ലാവരും സൂട്ട് കേസ് എടുത്തിട്ടാണ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, സൂട്ട് കേസ്. ഈ സൂട്ട് കേസ് ആയിട്ടാണ് ഇപ്പോൾ ട്രെയിനിൽ കയറി ഇരുന്നോണ്ടേ പേപ്പർ എടുക്കും, എഴുതി തുടങ്ങും. സൂട്ട് കേസ് ഉണ്ടല്ലോ, ടേബിൾ ഉണ്ടല്ലോ. ഈ ഇന്നും കൈയെഴുതിയിട്ടാണ് പുള്ളി, കയ്യിൽ എഴുതിയിട്ട് പുള്ളി അയച്ചു കൊടുത്തിട്ടാണ് അച്ചടിച്ച് വരുന്നത്. അല്ലാണ്ട് പുള്ളി മൊബൈലും ലാപ്ടോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ടും അതിഗംഭീരമായിട്ട് അക്ഷരത്തെറ്റുകളൊന്നും ഇല്ലാതെ ഗംഭീരമായിട്ട് പുള്ളി എഴുതുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ ഈ സംഗതി, എഴുത്തുമുറി എന്ന സങ്കല്പം എവിടത്തേക്കൊക്കെ പോയി സഞ്ചരിച്ചില്ലേ, ഇത് ശരിയാണെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 3 എന്ന് പറഞ്ഞിട്ടൊരു നോവൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ച നോവലാണ്. കുറച്ച് എക്സ്പെരിമെൻ്റൽ നോവലുമാണ്. ഞാനത് പറയാം. അന്നേരം ഞാൻ രാമൻ പറയുമ്പോൾ എല്ലാം കൂടി ഇടയ്ക്ക് കയറി പറയേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ആ നോവൽ എഴുതാൻ വേണ്ടി ഞാൻ തീരുമാനിച്ച് ഞാൻ ഓൺലൈനൊക്കെ ആക്കിയ സമയത്ത് ഡൽഹി, ഞാൻ ചെന്നൈയിലാണ്, ഇതുപോലെ എവിടെ കുറച്ച് പൈസക്ക് റൂം കിട്ടുന്ന കുറേ IAS എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ റൂമൊക്കെ ചെറിയ പൈസക്ക് കിട്ടുന്ന IAS ഇതുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല സൗകര്യം, നല്ല ഫുഡൊക്കെ കിട്ടും. അവിടെ ഞാനൊരു 5 ദിവസത്തേക്ക് അവിടുത്തെ ഒരു IASകാരനെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അവിടെ പോയിരുന്ന് ഓൺലൈനൊക്കെ എടുത്ത് ഞാൻ നോവൽ ഒരു 5-6 അധ്യായം എഴുതി, 8 അധ്യായം എഴുതി ഇത്രയും ദിവസം കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു സുഹൃത്തായിട്ട് അബ്ദുൽ സലാമുണ്ട്, കവി, ഇപ്പം അല്ലമീൻ കോളേജ് ആലുവയിലാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ദിവസമായപ്പം തലേന്നായപ്പം അവൻ വിളിച്ചിട്ട് എന്തായി നിഷാദ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ ലാസ്റ്റ് അധ്യായം ആയിട്ടില്ല, അതാണ് പ്രശ്നം.
അപ്പം പിന്നെ അതന്നെ വലിയ കാര്യം, നിങ്ങൾ ഇത്ര എഴുതിയില്ലേ, ഇനി നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾക്ക് എവിടുന്ന് എഴുതാം, അവിടെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. പിറ്റേ ഞാൻ അന്ന് മലയാളം ജേർണലിസം വിട്ട് ഇംഗ്ലീഷ് ജേർണലിസ്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഈ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ഏരിയയിലൂടെ ഞാൻ പോയിട്ടുണ്ട്. താമ്പരം റെയിൽവേ സ്റ്റേഷനിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. അത് കഴിഞ്ഞ് ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ് എൻ്റെ ന്യൂസ് ടുഡേ എന്ന് പറഞ്ഞ പത്രം. അപ്പം ഞാനീ പോകുന്ന സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഈ നോവലാണ്. അപ്പോൾ ഞാനവിടെ സീനിയർ റിപ്പോർട്ടറാണ്. അപ്പോൾ ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന പേരും പറഞ്ഞ് അവിടെ നിന്ന് ചാടിയിട്ട് തിരിച്ച് കോടമ്പാക്കം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ താമസിക്കുന്നത്. ഞാനവിടെ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഈ വിട്ടു പോകുന്നില്ല. ഞാൻ ആ കോടമ്പാക്കത്തെ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർ ഇരിക്കുന്ന അവിടെ റൈറ്റേഴ്സ്, നമ്മൾ റിപ്പോർട്ടേഴ്സിൻ്റെ നോട്ട് പാഡ് ഉണ്ട്, അതിലിരുന്നിട്ട് അവസാനം അദ്ദേഹം അവിടെ ഇരുന്ന് ഡയറക്റ്റ് എഴുത്തും എഴുതി. ആരല്ലോ വരുന്നു പോകുന്നു അടുത്തിരിക്കുന്നു, ഇതൊന്നും എൻ്റെ ബോധമണ്ഡലത്തിലേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാനത് പൂർത്തിയാക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്പേസ് നമുക്ക് എങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം, നമ്മൾ ആ മൂഡിലേക്കും സ്പേസിലേക്കും കയറുക എന്നുള്ളതാണ് പ്രധാനം. പുസ്തകം ആതിര സൈക്കിൾ എന്ന എൻ്റെ TC ഇറക്കിയ പുസ്തകത്തിന് ടീച്ചറാണ് അവതാരിക എഴുതുന്നത്. അപ്പോൾ ഞാൻ ടീച്ചർ ഒരു ആഗ്രഹത്തിന് കുറിച്ച് ടീച്ചർ പറഞ്ഞു ടീച്ചർ അവതാരിക എഴുതണം. അപ്പോൾ ടീച്ചർ നിഷാദേ എനിക്ക് ഭയങ്കര തിരക്കാണ്, അത് പെട്ടെന്ന് കിട്ടുന്നൊന്നും നീ പ്രതീക്ഷിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്പീഡ് പോസ്റ്റ് ഒരു സാധനം ഞാൻ നോക്കുമ്പോൾ ഞാൻ എഴുതിയ കത്തിൻ്റെ പിറകു വശത്ത് ടീച്ചർ ഇങ്ങനെ വെച്ചിട്ട് അതിന് മറുപടി എഴുതിയിരിക്കുക. അതായത് ഒരു പേപ്പർ ഉണ്ടല്ലോ തിരിച്ച് എഴുതിയിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അവതാരിക്കും. അതാണ് ഇതിൽ കൊടുത്ത് അവതാരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചർ ഈ നോട്ടീസൊക്കെ ഇല്ലേ, നോട്ടീസിൻ്റെ പ്രവസ്ഥ എഴുതുക, നോട്ടീസ് ശേഖരിച്ച് വെച്ചിട്ട്, അതായത് വേറെ പേപ്പർ കളയണ്ട എന്നുള്ള രീതിയിൽ അതൊരു കൗതുകമാണ് ടീച്ചർ. കളർ നോട്ടീസൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അതിൽ എഴുതുന്നൊരു സ്വഭാവം ടീച്ചറുണ്ട്. കിടന്നിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ കൂടുതലും കട്ടിൽ കിടന്നിട്ടൊക്കെയാണ് ടീച്ചർ എഴുതുന്നത്. ഈ MM വിജയ മാഷെ പറ്റിയിട്ട് പറഞ്ഞില്ല, അത് ടീച്ചർ എനിക്ക് തോന്നുന്നു മാഷിന് അസുഖം ഉണ്ടാകുന്നുണ്ട്, നിന്നിട്ട് എഴുതാം. നിന്നിട്ട് എഴുതിയിട്ടുള്ള കുറേ എഴുത്തുകാരുണ്ട്. അത് അതിലൊരു അലേർട്ട്നെസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എന്തോ അതെ ഒരു അലേർട്ട്നെസ് ഉണ്ട്. ഇപ്പം ഞാൻ വീട്ടിൽ അങ്ങനെ ഒരു ടേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം വേണേ ഇരുന്ന് എഴുതാം, അല്ലെങ്കിൽ നിന്നിട്ടും നമുക്ക് എഴുതാം, കുറച്ചും കൂടി നമ്മൾ ഇതാവും. സക്കറിയ സാറിൻ്റെ വീട്ടിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയ സമയത്ത് ഈ പറഞ്ഞ സക്കറിയ നോട്ടീസിൽ എഴുതുന്ന ഒരാളാണ്. അത് ഞാൻ കണ്ടു, ഒരു 8 നോട്ടീസ് കണ്ടു. പിന്നെ മാത്രം കുഞ്ഞ് സ്പൈറൽ പാഡ് ഇതുപോലത്തെ സംഗതികൾ ഇല്ലേ, ഈ സംഗതിയൊക്കെ പുള്ളിയുടെ എടുത്തിട്ടുണ്ടാവും, കുഞ്ഞ് നോട്ടുകൾ എടുക്കാൻ വേണ്ടി. അങ്ങനത്തെ കുറേ സാധനങ്ങൾ പുള്ളി ശേഖരിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ജോസ് പനച്ചിപ്പുറം മനോരമയിലെ ജോസ് പനച്ചിപ്പുറം സാറിൻ്റെ പത്രപ്രവർത്തനമായതുകൊണ്ട് തന്നെ മനോരമ പത്രസ്ഥാപനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ന്യൂസ് പ്രിൻ്റ് കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ന്യൂസ് പ്രിൻ്റിലാണ് പുള്ളി ഇങ്ങനെ എഴുതുക. കുറച്ച് വരികളെ ഉണ്ടാവുള്ളൂ, 4 വരി എഴുതി വിടാറുണ്ട്. പിന്നെ ആ രീതിയിൽ എഴുതുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സംഗീത ശ്രീനിവാസൻ നമ്മുടെ ടീച്ചറുടെ മോള്, ഞാനിപ്പോൾ ഈ ആരെ കണ്ടാലും ഇത് ചോദിക്കും കേട്ടോ. അപ്പോൾ സംഗീത ചേച്ചി പറഞ്ഞത് അവർ നോട്ട് പാഡിൽ, മൊബൈലിൻ്റെ നോട്ട് പാഡ്, ഇപ്പോൾ എല്ലാവരും അതായി ഇതേ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ സെൽഫോൺ നോവലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. സെൽഫോണിൽ മാത്രം എഴുതിയ നോവൽ എഴുതി അങ്ങനെ നോവലൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്. തമ്പ് വീടിൽ ചെയ്യുന്ന നോവൽ ജപ്പാനിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹാഫിസ് മുഹമ്മദ് മാഷ് നേരത്തെ പറഞ്ഞാൽ നന്നായിട്ട് ചിത്രം വരക്കുന്നുണ്ട്, ആശയങ്ങളെ ചിത്രമാക്കിയിട്ട് വെച്ചിട്ട് വരക്കുന്നുണ്ട്. നമ്മളെ KP രാവണി മാഷോട് ഞാൻ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു പിന്നെ എന്താണ്, എനിക്ക് കറുത്ത മഷി ഇഷ്ടമല്ല. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിത് ഓർത്തിരുന്ന ഞാൻ ചോദിച്ചത്. ഞാൻ കറുത്ത മഷിയിൽ എഴുതാറില്ല. പിന്നെ EK ഷാഹിന വയലറ്റ് മഷിയിലാണ് എഴുതാറ്. EK ഷാഹിന അത് ഒരു കൗതുകമാണെന്ന് പറഞ്ഞത്. പിന്നെ മാത്രമല്ല ഇപ്പോൾ എനിക്കും ഇടയ്ക്ക് കൗതുകം ഉണ്ടായിരുന്നു, പല മഷിയിലിങ്ങനെ പേനകളിങ്ങനെ നിറച്ച് വെച്ച്, പിന്നെ കുറേ കഴിയുമ്പോൾ പോക്കറ്റിലൊക്കെ ആയി ഇതായതിനു ശേഷം ഞാനിപ്പോൾ ചെയ്യുന്ന ഇതാണ് 4 മഷിയുള്ള ഒരു പേന ഇങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി എഴുതാം. എന്നാലും മറ്റേ ഭ്രാന്ത് അവിടെ ഉണ്ട്. ഞാൻ വാക്കിൻ ഡിക്ഷണറി എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്, മാതൃമേശപ്പൂപ്പിൽ വന്നൊരു കഥയാണ്. ആ കഥയിൽ ഒരു നായകൻ, പിന്നെന്താണ് പുള്ളിയുടെ പേര്, പിന്നെ ആന്ത്രയോസ് എന്ന ഒരാൾ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കലാണ്. അപ്പോൾ നടന്നു പോകുമ്പോൾ ഇയാൾ രാവിലെ ഇങ്ങനെ ഓരോ ഉടുവഴിയിലൂടെ നടക്കുമ്പോൾ ഇയാൾക്ക് ഓരോ വാക്കുകൾ കിട്ടും. ഓക്കെ, ഓരോ പിന്നെ നാട്ടിലുള്ള ചമ്പോത്തും പുഴയും ഒക്കെ ഓരോ ശബ്ദം ഉണ്ടാക്കിയിട്ട് പുതിയ വാക്കുകൾ കൊടുക്കും. അപ്പോൾ ഇത് മുഴുവൻ ഇയാളെ കയ്യിലൊരു കുറിപ്പ് പുസ്തകത്തിൽ എഴുതി വെക്കും. ഇയാളെ പണി എന്ന് പറഞ്ഞാൽ പുതിയ വാക്കുകൾ ഡിക്ഷണറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഇയാൾ ചെയ്യുന്ന ഈ വാക്കുകൾ മുഴുവൻ അയാളെ വീടിൻ്റെ ഭിത്തിയിൽ എഴുതി വെക്കുക ചെയ്യുക. അതിൻ്റെ അർത്ഥം അയാൾ അർത്ഥം ഉണ്ടാക്കും, എന്നിട്ട് വെക്കും. അങ്ങനെ ഒരു കഥ വന്നു, ഞാനിപ്പോൾ വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു എക്സസൈസ്, അതായത് നമുക്ക് മീനിങ് ഫുള്ളായിട്ട് തോന്നുന്ന സാധനം യാത്രയിലൂടെ കിട്ടുന്നത് പറക്കിയെടുക്കുക. വാക്കാവാം, കാഴ്ചകളാവാം, പിന്നെ എന്താണ് ഇൻസിഡൻ്റ് ആവാം, എന്തെങ്കിലും ആവാം, ഇമേജ് ആവാം, പ്രകൃതിയുടെ ഭാവമാറ്റങ്ങളാവാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു രീതിയിൽ നമ്മുടെ ഈ പറയുന്ന ഓർമ്മയെ ട്രിഗർ ചെയ്യാൻ സഹായിക്കുന്ന സംഗതികളാണ്. റീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ നാടൻ പ്രേമം എന്ന പുസ്തകം വായിക്കുകയാണെങ്കിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ അതിന് ആമുഖമായിട്ട് MT വാസുദേവൻ നായർ ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു MT വാസുദേവൻ നായർ ജനിച്ചത് 1923 മറ്റോ ആണ്. അദ്ദേഹത്തിന് 7 or 8 വയസ്സുള്ള സമയത്താണ് ഈ രമണൻ ഇറങ്ങുന്നത്. അപ്പോൾ രമണൻ സൂപ്പർ ഹിറ്റായിരുന്നു, റീൽസൊന്നും ഇല്ലാത്തൊരു കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ ഇത് വായിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ വീട്ടിൽ അന്വേഷിച്ചപ്പം അത് വിറ്റ് തീർന്നു, മീൻസ് ആദ്യ പതിപ്പ് തീർന്നു.
അപ്പോൾ അറിഞ്ഞു അടുത്ത് വെച്ചാൽ അത്ര അടുത്തൊന്നുമല്ല കേട്ടോ, കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ ഇത് കയ്യെഴുത്ത് പ്രതി ആരോ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ധാരാളമായി, ഒന്ന് പുസ്തകം വാങ്ങാനുള്ള പൈസയില്ല, രണ്ട് ഇതിൻ്റെ അവൈലബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും പുസ്തകം മുഴുവൻ പകർത്തി എഴുതിയിട്ട് വായിക്കുമായിരുന്നു. വീട്ടിലൊരു കോപ്പി വെക്കണമെങ്കിൽ വാങ്ങലല്ല, പകർത്തി എഴുതലാണ്. ഈ രീതിയിൽ രമണൻ അല്ലെങ്കിൽ പിന്നെ കോവിലിൻ്റെ പല നോവലുകളൊക്കെ പട്ടാളക്കാരടക്കം പകർത്തി കൊണ്ടുപോയിട്ട് അതിർത്തിയിലൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. കാരണം രചന പുസ്തകമാക്കുന്നത് ഈ കാലത്ത് വളരെ എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവരൊക്കെ ചിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് അവരുടെ മനസ്സിൽ വന്നതുകൊണ്ടാണ് അവരങ്ങനെ ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴും ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചതിൻ്റെ ഒരു രസം, ഒരു കൗതുകം, ഒരു താല്പര്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പലവിധ കാരണങ്ങളാൽ കുറച്ച് മുഷിച്ചിലും ഉണ്ടാവാറുണ്ട്. എഴുത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളേ ഉള്ളൂ. ഏത് എഴുത്തിനും, അത് കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, ഏത് എഴുത്തായാലും രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. ഒന്ന് ശരീരം, മറ്റേത് ആത്മാവ്. പറയാൻ എളുപ്പമാണ്, എഴുതാൻ വലിയ പ്രയാസമാണ്. ഒന്ന് ശരീരം, മറ്റേത് ആത്മാവ്. ഇതിനെ തന്നെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ആഖ്യാനം, മറ്റേത് ഭാവം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ രൂപം, ഭാവം. ഇങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഈ ദ്വന്ദ്ങ്ങളെ നമുക്ക് വേർതിരിച്ച് സംസാരിക്കാവുന്നേ ഉള്ളൂ, വേർതിരിച്ച് പറയാവുന്നേ ഉള്ളൂ. ഫലത്തിലെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പം നമ്മളൊരു കഥയായാലും കവിതയായാലും അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അതിൻ്റെ പ്രമേയമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഭാവമായിരിക്കും. എന്താണോ നമുക്ക് പറയാനുള്ളത് ആ സംഗതി. അതിൻ്റെ ശരീരം എന്ന് പറയുന്നത് അതിൻ്റെ നറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ രൂപം. അത്രേ ഉള്ളൂ. ഈ രചനകൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ, അത് ഡീറ്റെയിൽ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നറേഷനിൽ വായനക്കാരെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഡീറ്റെയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ വിട്ടുപോകും. ആ കണക്ഷനാണ് ഈ നെരിപ്പോടുകളെന്ന് പറയുന്ന കഥയിൽ വിട്ടുപോയത്. ഇത് ഒരു മോശം രചന എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇത് ഞാനൊരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അതായത് നമുക്ക് എന്തുകൊണ്ടാണ് M.T. വാസുദേവൻ നായരെ ഇഷ്ടപ്പെടുന്നത്? M.T. വാസുദേവൻ നായരെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ M.T. വാസുദേവൻ നായരുടെ എഴുത്ത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. M.T. വാസുദേവൻ നായരുടെ എഴുത്ത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ M.T. വാസുദേവൻ നായർ എഴുതിയ കഥകളിലെ, നോവലുകളിലെ ചില കഥാപാത്രങ്ങൾ നമ്മൾ തന്നെയാണ്, നമ്മുടെ ഒരു അംശമാണ് എന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്. മഞ്ഞിലെ വിമല ഞാൻ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. രണ്ടാമൂഴത്തിലെ ഭീമൻ ഞാൻ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ M.T.യുടെ എഴുത്തിനെ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ വായനക്കാരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാനാണ് വാസ്തവത്തിൽ എഴുത്തുകാർ ആദ്യമായിട്ട് ശ്രമിക്കുന്നത്. എഴുത്ത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ്. എഴുത്ത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമേയമാണ് ഇതിൻ്റെ ആത്മാവെന്ന് ഞാൻ പറഞ്ഞു. ആത്മാവ് ശരിയല്ലെന്നുണ്ടെങ്കിൽ എത്ര നല്ല ശരീരം കിട്ടിയിട്ടും കാര്യമില്ല. എത്ര നല്ല ശരീരം കിട്ടിയാലും ആത്മാവ് മോശമാണെങ്കിൽ അതും പ്രശ്നമാണ്. ആത്മാവും ശരീരവും കൂടെ ചേർന്ന് വരുന്ന ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. അത്തരം ഒരു ബ്ലെൻഡ്, ഒരു മിശ്രിതമായിരിക്കണം നമ്മുടെ എഴുത്ത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഈ 2023 പുറത്തു വന്ന ഒരു കവിതാ സമാഹാരമാണ് പൂക്കൈത എന്ന പേരിൽ KG ശങ്കരപ്പിള്ളയുടേതായിട്ടുള്ളൊരു സമാഹാരം. അതിനകത്ത് ഒരു കവിതയാണ് അയൽ ഫ്ലാറ്റിലെ ഒച്ചയുടെ അർത്ഥം. ഇത് മലയാളത്തിൽ ആരും ചർച്ച ചെയ്തിട്ടില്ലാത്ത, ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു പാവം കവിതയാണ്. അത് അധികം പേരും ചർച്ച ചെയ്യപ്പെടാത്തത് അതിനകത്ത് വലിയ പൊളിറ്റിക്കലായിട്ടുള്ള നമുക്ക് എടുത്തുദ്ധരിക്കാവുന്ന വരികളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷമാണ് അതിൻ്റെ അകത്തെ പ്രമേയം. അപ്പോൾ ആ പിറന്നാൾ ആഘോഷം പ്രമേയമായിട്ട് നടക്കുന്ന ഒരു ടെലിഫിലിം ആണ് ഒരർത്ഥത്തിൽ ഈ കവിത. അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബം കൂർഗിൽ നിന്ന് വന്നവരായതുകൊണ്ട് അങ്ങനെ
ഈ നമ്മുടെ ഇപ്പം കാണുന്ന ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഈ ദേശാന്തര ഗമനങ്ങൾ, അതിലൂടെ നഷ്ടപ്പെടുന്ന മൂല്യങ്ങളും വന്നു ചേർന്ന അടിമത്തങ്ങളെയും ഒക്കെ പറ്റിയുള്ള ഒരു ചരിത്ര സഞ്ചാര രേഖ, അതുമാണ് ഈ കവിത. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞ് 7 വയസ്സായ ഈ കുഞ്ഞിൻ്റെ പിറന്നാളാഘോഷമാണ്. നമ്മൾ പഴയ അടിമത്തത്തിൽ നിന്ന് പുതിയ അടിമത്തത്തിലേക്ക് മനുഷ്യ സമൂഹം നീങ്ങുന്നതിൻ്റെ ഒരു ചരിത്ര സഞ്ചാര രേഖയുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒരു കുഞ്ഞ് ഇതുവരെ 7 വയസ്സായിട്ടും സംസാരിച്ചു തുടങ്ങാത്ത ഒരു കുഞ്ഞിനെ പറ്റിയുള്ള ആകുലതകളും ആശങ്കകളും നിറയുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൻ്റെ ഒരു ദുഃഖം മൗനമായി, അതായത് മിണ്ടായികയാണല്ലോ, മിണ്ടായികയുടെ ബാലജയിൽ എന്നാണ് ആ കവി അതിനെ പറയുന്നത്. അവിടെ കിടക്കുന്ന ഒരു ഗാർഹിക അന്തരീക്ഷത്തിൽ വിങ്ങുന്ന മൗനത്തിലുള്ള ഒരു ദുഃഖം, അതിൻ്റെ ആവിഷ്കാരവും ഈ കവിതയിലുണ്ട്. ഇതെല്ലാം ഇതിൽ കിടക്കുന്ന ഒരു സാധാരണ കവിത. അതിൽ ചില ഭാഗങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ആ കവിതയുടെ തീം ഇങ്ങനെ ചെറുതായി പറയാം. ബംഗളൂരു എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്നത്, ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം. അവിടെ ഫ്ലാറ്റ് നമ്പർ D909 കുടകിൽ നിന്ന് വന്നിട്ടുള്ള രായപ്പയുടെ കുടുംബമാണ് താമസിക്കുന്നത്. രായപ്പയുടെ മകൾ പ്രിയയും അവളുടെ കുഞ്ഞും ഭർത്താവും താമസിക്കുന്ന കുടുംബം ഫ്ലാറ്റ്. കവിത തുടങ്ങുന്നത് അവിടെ സന്ധ്യയ്ക്ക് അവിടെ മൂവന്തി നേരത്ത് വാക്കുകൾ ശംഖും തുടിയും മുഴക്കി വരുന്ന ഒരു കീർത്തനം, തുളു ഭാഷയിലുള്ള ഒരു കീർത്തനം അവിടെ മുഴങ്ങുന്നു എന്ന്. മിണ്ടായികയാണ് ഈ കവിതയുടെ പ്രമേയം. പക്ഷേ അത് തുടങ്ങുന്നത് ഉച്ചത്തിൽ മുഴങ്ങുന്ന ഒരു കീർത്തനത്തിൻ്റെ ആലാപനത്തോടു കൂടിയാണ്. അവിടെ രായപ്പയുടെ മകൾ കുട്ടി പ്രിയയുടെ മകൾ ശാരികയുടെ 7ാമത്തെ പിറന്നാൾ ആഘോഷം. ആ കുട്ടി ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. അവിടെ രായപ്പ പാടുന്നത് ആ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങാത്തത് ഉൾപ്പെടെയുള്ള അനേക ദുഃഖങ്ങൾ ഉള്ളു പൊള്ളിച്ചതിൻ്റെ ആ ഉള്ളിൻ്റെ പൊള്ളലേറ്റിട്ടാണ് ഇയാളുടെ ഈ കീർത്തനം പുറത്തേക്ക് വരുന്നത്. അപ്പം കവി പറയുന്നുണ്ട്, പൊള്ളലില്ലെങ്കിൽ പൊള്ളയോ ഉള്ള്. പൊള്ളലാണ് നമ്മുടെ ഉള്ളിനെ ഒരു ജീവനുള്ളതാക്കുന്നത് എന്ന് കവി. അപ്പോൾ ആരോ ഈ കുട്ടിയുടെ അമ്മയെ പറഞ്ഞ് പഠിപ്പിച്ചു, പിറന്നാൾ ആഘോഷം 7 ആണ്ട് മുടക്കാതിരുന്നാൽ ആ ദിവസം മറ്റു കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്ന് ഒരുപാട് മിണ്ടിയും പറഞ്ഞും ഇരുന്നാൽ നമ്മുടെ മകളും എന്തെങ്കിലും മിണ്ടിത്തുടങ്ങും എന്നാരോ ഈ അമ്മയെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഈ മകൾ സ്വപ്നത്തിൽ കുഞ്ഞ് അമ്മയെ എന്ന് വിളിക്കുന്നത് സ്വപ്നം കണ്ടു. അതോടുകൂടി സ്വപ്നവിശ്വാസിയായി തീർന്ന മകളാണ് ഈ പിറന്നാൾ ആഘോഷത്തിന്. ഇതിൻ്റെ അടുത്ത ഘട്ടം എത്തുമ്പോഴത്തേക്കും ഈ കവിത അയാൾ ഇങ്ങനെ മാറ്റുകയാണ് വേറൊരു ലെവലിലേക്ക്. മിണ്ടായികയുടെ ബാലജയിലിൽ ഭാഷയില്ലായ്മയുടെ കൂട്ടിൽ കഴിയുന്ന കുഞ്ഞുശാരികയുടെ മൂകത ചരിത്രത്തിൻ്റെ ഏകാന്തതയായി കവി അറിയുന്നു. അപ്പോൾ കവി കൂർഗിലെ മൂപ്പൻ പറഞ്ഞ ഒരു വാക്ക് ഓർക്കുന്നു. നീറുന്നെന്നിൽ ഇപ്പോഴും കൂർഗിലെ മൂപ്പൻ്റെ വാക്ക്, ഊമകൾ നാമെന്ന് അടിമവംശം എന്നും ഊമവംശമെന്ന്. അടിമവംശം എപ്പോഴും ഊമവംശം കൂടെ ആയിരിക്കും. നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ തന്നെ. ഇതാണ് 2ാമത്തെ ഘട്ടം. പിന്നെ അന്തിയിൽ ഇരുണ്ട് അതിഥികൾ വരാറാവുമ്പോഴത്തേക്കും ഫ്ലാറ്റ് ആകെപ്പാട് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. മാറാല, ബലൂൺ തൊലി, മുരിങ്ങയ്ക്കായുടെ കളസം, ചപ്പ്, ചിപ്പ്, മുള്ള്, നോവ്, മറ്റെച്ചിൽ. അപ്പോൾ ഈ ചപ്പ്, ചിപ്പ്, മുള്ള്, അതിൻ്റെ ഇടയിൽ കൂടെ നോവ് കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ? അതൊരു ബുദ്ധിയാണ്. നമ്മൾ ഈ തൂത്തുവാരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പലതും തൂത്തുവാരുന്ന കൂട്ടത്തിൽ അതും കൂടെ കൊണ്ട് കവിയോട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഇവരെ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ രായപ്പ എല്ലാവരെയും ശകാരിക്കുകയാണ്. ഇപ്പം രായപ്പയുടെ ഒച്ച ഒരു പൊടിതീനി യന്ത്രച്ചൂലായി വൃത്തിപ്പേയിളകി ഫ്ലാറ്റിലെമ്പാടും മുരണ്ടു പാഞ്ഞു. പൊടിതീനി യന്ത്രച്ചൂല് അറിയാമല്ലോ, വാക്യൂം ക്ലീനർ. അപ്പോൾ ഇയാളുടെ ഒച്ചയാണ് ഇങ്ങനൊരു പൊടിതീനി യന്ത്രച്ചൂലായി ഈ ഫ്ലാറ്റിലെമ്പാടും നടന്ന് ആളുകളെ കൊണ്ട് വഴക്ക് പറഞ്ഞ് ഇത് ക്ലീൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാളിങ്ങനെ ഓർക്കുകയാണ്,
അസമത്വങ്ങളെ ഇല്ലാതാക്കുന്നത് അത്ര എളുപ്പമല്ല. സമരം കൊണ്ട് സാധ്യമായേക്കാം, എങ്കിലും സമൂഹത്തിൽ എന്നും അസമത്വമുണ്ട്. അതിൻ്റെ ഒരു ദീനചിത്രമാണ് ഈ ഖണ്ഡത്തിൽ വളരെ തെളിച്ചത്തോടെ കവി വെക്കുന്നത്. രായപ്പ അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഓർക്കുന്നതാണ്. രായപ്പ ഓർത്തു, മായ്ക്കാനാവില്ല ചില പാടുകൾ, ചില മ്ലാനത, ചില കറ, ചില മുറിവ്, ചില തഴമ്പ്, അറിയാനോവ് പിടയും ജരമാറാല, എന്തിനും എതിർവളർച്ചയാവും മേലാൾ നിഴൽ. അപ്പം നമ്മൾ ആലോചിച്ചു, ചില വീട്ടിലെ ഭിത്തിയിലൊക്കെ ഏത് പെയിൻ്റ് അടിച്ചാലും ഒരു മ്ലാനത അവിടെ കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതൊക്കെ നമ്മൾ ഈ സാധാരണ വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില നമ്മൾ സെൻസ് ചെയ്ത കാര്യങ്ങളായതൊക്കെ. പക്ഷെ നമ്മൾ ഒരിക്കലും എഴുതണമെന്ന് അത് പറയേണ്ടി വരുമ്പോഴാണ് കവിത ഈ വാക്ക് നമുക്ക് പറയാനുള്ള കാര്യത്തിന് വാക്ക് അപര്യാപ്തമാകുമ്പോഴാണ് കവിത വരുന്നത്. കവിതയിലും വാക്കല്ലേ എന്ന് ചോദിച്ചാൽ വാക്കാണ്, പക്ഷേ അത് വേറൊരു തരം വാക്കാണ്. അതാണ് അങ്ങനെ വൃത്തിയാക്കാൻ പറ്റാത്തത്. പല കാര്യങ്ങൾ പറയുമ്പോഴാണ്, ചില പാടുകളുടെ കാര്യം പറയുമ്പോഴാണ് ചില മ്ലാനത, ചില കറ, ചില മുറിവ്, ചില തഴമ്പ്, അറിയാനോ പിടയും ജരമാറാല, എന്തിനും എതിർവളർച്ചയാവും മേലാൾ നിഴൽ. ശരിയാണല്ലോ, നമുക്ക് മേലിലൊരാളുണ്ടെങ്കിൽ അയാളുടെ നിഴൽ നമ്മുടെ വളർച്ചയ്ക്ക് എതിരാണത്. എന്തിനും എതിർവളർച്ചയാവും മേലാൾ. അപ്പോൾ ഇയാളത് ആലോചിക്കുക, കൂർഗിൽ നിന്ന് ബംഗളൂരുവിലെ IT-യിൽ ജോലി കിട്ടിയ മകളും ഭർത്താവും IT-യിലേക്ക് പറിച്ചു മാറിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അയാൾ ആലോചിക്കുകയാണ്, പഴയ കൂർഗിലെ കുടിലിൽ ഈ വാക്വം ക്ലീനറിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാറ്റൊഴുക്കിൽ തനിയെ ശുചിയാവുന്നൊരു കാട്ടുകിളിയായിരുന്നു കൂർഗിൽ എൻ്റെ പുൽക്കുടി. കാറ്റൊഴുക്കിൽ തനിയെ ശുചിയാകുന്നൊരു കാട്ടുകിളിയായിരുന്നു കൂർഗിലെ എൻ്റെ പുൽക്കുടി. അവിടുന്നാണ് ഈ പൊടുതീനി യന്ത്രച്ചൂരിലേക്ക് ഉള്ള മാറ്റം. കൂർഗിൻ്റെ പച്ചയിൽ നിന്ന് ബാംഗ്ലൂരിൻ്റെ നിറങ്ങളിലേക്കുള്ള വിരിയൽ മോൾക്കും കുടുംബത്തിനും അത് വലിയ ജയമായിട്ട് തോന്നി. കമ്പ്യൂട്ടർ സ്ക്രീനിൽ പുതിയ അടിമത്തം പതിയിരിപ്പുണ്ടെന്ന് ഇവരറിയുന്നില്ല. അറിയാതെയാണ് ഇത് വലിയ വിജയമായി വരുന്നത്. സമ്മർദ്ദങ്ങളുടെ ഇതിൽ നാടുൾപ്പെടെയുള്ള വലിയ ഉദാത്തങ്ങൾ അസ്തമിച്ചു പോകുന്നത് അവരറിയാതെ. ഇപ്പോൾ പുതുമറയുടെ ചരിത്രത്തെ രായപ്പ മനസ്സിൽ കാണുന്നത് ഇങ്ങനെയാണ്: മറുകര വ്യാമോഹത്തിൻ്റെ റിസോർട്ട്. മറുകര, അങ്ങനെയാണ് നമ്മളെപ്പോഴും അക്കരെ പച്ച എന്ന് പറയുമല്ലോ. മറുകര വ്യാമോഹത്തിൻ്റെ റിസോർട്ട്. പിന്നെ കവി പറയുന്നു, ജാതിയോ മതമോ IT-യോ കെട്ടിയ കോട്ടകൾ ആരും ഭേദിക്കുന്നില്ല. ജാതിയുടെയും മതത്തിൻ്റെയും കൂടെ IT ഇവിടെ കവി കൊണ്ടുവച്ചു. സംരക്ഷിക്കുന്നു പ്രിയദുർഗം ഓരോരുത്തരിലെയും പുരാവസ്തു വകുപ്പ്. നമ്മുടെ എല്ലാ ഉള്ളിലൊരു പുരാവസ്തു വകുപ്പുണ്ട്. നമ്മൾ വളരെ പഴഞ്ചനായിട്ടുള്ള വേണ്ടാത്ത ദൂരെ കളയേണ്ട പല കാര്യങ്ങളെയും നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ആ കോട്ടകളെ നമ്മൾ വളരെ ഭദ്രമായി അത് നമ്മുടെ ഉള്ളിലെ പുരാവസ്തു വകുപ്പ് അത് സംരക്ഷിക്കുന്നു. ഒരു വാക്വം ക്ലീനറിനും വൃത്തിയാകാൻ പറ്റാത്ത ഒറ്റുകൾ, ചതികൾ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ പോലുമുണ്ട് കേക്കിലെ മധുരമായം പോലെ പുളിയങ്കം. നല്ല രണ്ട് വരികളാണ്. പിറന്നാളാഘോഷത്തിൽ പോലുമുണ്ട് കേക്കിലെ മധുരമായം പോലെ. അത് നല്ല ശരിയായ മധുരമല്ലല്ലോ, മായം ചേർന്ന മധുരമാണ്. മധുരമായം പോലെ പുളിയങ്കം. പിന്നെ അടുത്ത ഖണ്ഡത്തിൽ ഈ ബാംഗ്ലൂരു എന്ന ബന്ധകൊലു ഉരു എന്നാണ് ബാംഗ്ലൂരു എന്ന വാക്ക് വരുന്നത്. അത് അതിൻ്റെ ഒരു പുരാവൃത്തമാണ്. ഈ വേട്ടയിൽ തോറ്റ് കാട്ടിലൊറ്റപ്പെട്ട് വിശന്നു വലഞ്ഞ ഹൊയ്സാല മഹാരാജാവ് വീരബെല്ലരായ ഒരു കുടിലിൽ ചെന്ന് അവിടെ ഒരമ്മൂമ്മ ഇരുന്ന് പയർ ഇട്ട് തിളപ്പിച്ച് ഇയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ വെള്ളത്തിലോട്ട് വീഴാതെ ഇരുട്ടത്തിരുന്ന് ഈ അമ്മ എറിഞ്ഞ പയർമണികൾ മുളച്ചുണ്ടായ നഗരം എന്നാണ് ബന്ധകൊലു ഉരു എന്ന വാക്കിൽ നിന്നാണ് ബംഗളൂരു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ കാണുന്നത് എതിർ ബാൽക്കണിയിൽ, അപ്പുറത്തെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ ഒരു നായ ഇങ്ങനെ കുരച്ചുകൊണ്ട് വട്ടം ചുറ്റുകയാണ്. നിർത്താനാവാതായ സ്വന്തം
കുരയുടെ തുടൽ നായയെ ശീലച്ചാലിൽ വട്ടം ചുറ്റിക്കുന്നു. ഒരേ ഇതിൽ കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റുക കുറച്ച് പേർ. ഈ നായയെ അറിയുന്നില്ല തിരിച്ചു കറങ്ങിയാൽ ഈ ബന്ധനം അഴിയും എന്നുള്ളത്. അത് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഇയാൾ ആലോചിക്കുന്നത് രായപ്പയുടെ അപ്പൻ കൂർഗിലൊരു പാടത്ത് അവിടെ പണി ചെയ്ത് ആ പാടത്ത് തന്നെ മരിച്ച ആളാണ്. അപ്പോൾ അയാൾ ഉഴുതും കിളച്ചും കൊയ്തും മെതിച്ചും വയലിൽ കുടുങ്ങിപ്പോയ അപ്പനെ രായപ്പ നായയിൽ കണ്ടു. എതിർദിക്കിലേക്ക് ഗതി മാറ്റിയാൽ ചുറ്റഴിയും എന്നറിയാത്തൊരു നായ അപ്പനും. രണ്ടുപേരും മറ്റേ ഇതുവഴി നിർത്തിയാൽ ഇപ്പം ചെയ്യുന്ന പണി നിർത്തി തിരിഞ്ഞു നടന്നാൽ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തമാകാം എന്നറിയാമെങ്കിലും അതിന് പറ്റാതെ പോകുന്ന ആളുകൾ. ഒരു ദൃശ്യമായികതയിലാണ് ഖണ്ഡം അവസാനിക്കുന്നത്. കളപറിയിച്ചു കളയുന്നൊരാളെ, കതിരുതക്കലോടി നിൽക്കുന്നൊരാളെ പല നിലാവിൽ പാടത്ത് കണ്ടവരുണ്ട്. ഈ 7ാമത്തെ ഖണ്ഡത്തിൽ ഒരു യാത്രാവിവരണം. പെട്ടെന്ന് ഈ കവിതയും എന്തെല്ലാം ഫോംസ് അതിനകത്ത് വരുന്നുണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. ഒരു പിറന്നാളാഘോഷത്തിൻ്റെ ഡോക്യുമെൻ്ററി, ചരിത്ര സഞ്ചാര രേഖ, അടിമ വംശത്തിൻ്റെ ചരിത്രം, ഈ പറഞ്ഞ പോലെ ദേശാന്തര ഗമനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ അടുത്തത് വേറെ വളരെ സിമ്പിളാണ്, ഞാനത് വായിക്കത്തേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. 7ാം ഖണ്ഡം ഒരു യാത്രാവിവരണം. വാക്കിൻ്റെ വൈദ്യന്മാരെയും ദേവതകളെയും തേടി യാത്ര. ഒരിക്കൽ കൊല്ലൂരിലേക്ക് പോകുമ്പോഴോ കൊല്ലൂരിൽ നിന്ന് വരുമ്പോഴോ വഴിയിലൊരു ഉണ്ണിയെ കണ്ടു. സുന്ദരക്കുട്ടൻ. പേര് ചോദിച്ചു, നല്ല ചിരി. ഊര് ചോദിച്ചു, നല്ല ചിരി. അവൻ്റെ അപ്പൻ പറഞ്ഞു, ഉത്തരമറിയാം, പറയാനാവുന്നില്ല അവന്. അമരാവതിയിലുണ്ട് സംസാരിപ്പിക്കുന്ന ഡോക്ടർ. അമരാവതി അമരാവതി എന്നായി മനസ്സ്. പുറപ്പെട്ടു ഞങ്ങൾ. വഴി കണ്ട ഒരു കുട്ടി, അവൻ സംസാരിക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ അവിടുത്തെ അവരുടെ അച്ഛൻ പറഞ്ഞതാണ്, അമരാവതിയിൽ സംസാരിപ്പിക്കുന്ന ഡോക്ടറുണ്ട്. അപ്പോൾ ഇവരും അമരാവതിയിലേക്ക്. പഴയ കാലങ്ങളിങ്ങനെ ഒരു ഓർത്തെടുക്കുകയാണ് ഈ രായപ്പ. ഒന്നുകൂടെ വായിക്കാം. ഒരിക്കൽ കൊല്ലൂരേക്ക് പോകുമ്പോഴോ കൊല്ലൂരിൽ നിന്ന് വരുമ്പോഴോ വഴിയിലൊരു ഉണ്ണിയെ കണ്ടു. സുന്ദരക്കുട്ടൻ. പേര് ചോദിച്ചു, നല്ല ചിരി. ഊര് ചോദിച്ചു, നല്ല ചിരി. അവൻ്റെ അപ്പൻ പറഞ്ഞു, ഉത്തരമറിയാം, പറയാനാവുന്നില്ല അവന്. അമരാവതിയിലുണ്ട് സംസാരിപ്പിക്കുന്ന ഡോക്ടർ. അമരാവതി അമരാവതി എന്നായി മനസ്സ്. പുറപ്പെട്ടു ഞങ്ങൾ. അവസാനത്തെ ഖണ്ഡം ഫ്ലാറ്റിലെ പിറന്നാൾ ആഘോഷമാണ്. അയൽ ഫ്ലാറ്റിൽ നിന്ന് പല ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികൾ വന്നു കയറി. അവർ വന്നു കിടന്ന് ഒച്ചത്തിൽ ബഹളം വെക്കുകയും കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ശാരികയുടെ ഉടലെമ്പാടും നിന്ന് വാക്കുകൾ പാടിപ്പറക്കുന്നെന്ന് അമ്മയ്ക്ക് തോന്നി. കുട്ടി മിണ്ടി തുടങ്ങിയെന്നർത്ഥമില്ല, വാക്കുകൾ അവരുടെ ദേഹത്തിൽ നിന്നിങ്ങനെ പാടിപ്പറക്കുന്നെന്ന് തോന്നി. ഭാഷയുടെ വിശേഷങ്ങളായിട്ട് പിന്നെ പലതും പറയും. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നു. അല്ല, ഭാഷയുടെ വിശേഷങ്ങളാണ് പിന്നീട്. ഒരേ കഥയുടെ പല പറയലായും പേടിയിലും വെറുപ്പിലും കെടുന്ന വിളക്കായും പിന്നിൽ കടലുള്ള ക്ഷമയായും ഒക്കെ ഭാഷ ഇങ്ങനെ വരുന്നതായിട്ട് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് തോന്നുന്നു. അതിനിടയിൽ രായപ്പയ്ക്ക് മനസ്സിലാകുന്നു അയൽ ഫ്ലാറ്റിലെ ഒച്ചയുടെ അർത്ഥം. വിരുന്ന് മരുന്നെന്ന്, കൂട്ടം കോടലിൽ കോട്ടം മറയുന്നെന്ന്, അന്യം കലരാതെ സ്വത്വം മുഴങ്ങുന്നില്ല. ഇത്രയേ ഉള്ളൂ ആ കവിത. ഈ സിറാക്യൂസ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ പട്ടത്തുവിള കരുണാകരൻ പോയി പഠിച്ചിട്ടുണ്ട്. അയാൾ പക്ഷേ മാനേജ്മെൻറ്റ് പഠിക്കാനാണ് പോയത്. ഇത് അവിടെ ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ മലയാള സർവകലാശാലയിലുള്ള പോലുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ജോർജ് സോണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു റൈറ്റർ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ കഥകൾ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ ഒരു വർഷം ഒരു 700 ആപ്ലിക്കേഷനൊക്കെ കിട്ടും. എല്ലാ എഴുത്തുകാരും അപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്ന് ആകെ 6 പേരെ അവരെടുക്കുള്ളൂ സ്റ്റുഡൻസായിട്ട്. ആ 6 പേരിൽ ഈ മാൻ ബുക്കർ പ്രൈസ് കിട്ടിയ എഴുത്തുകാരും ഹെമിംഗ്വേ പ്രൈസ് കിട്ടിയവരും പെൻ പ്രൈസ് കിട്ടിയവരും ഒക്കെ ആയിട്ടുള്ള റൈറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ അവർ ഒന്നും പുതിയ ലേറ്റസ്റ്റ് കഥകളൊന്നും അല്ല അവർ പഠിപ്പിക്കുന്നത്. അവർ 19ാം നൂറ്റാണ്ടിലെ വളരെ സാധാരണമായ റഷ്യൻ കഥകളെടുത്താണ്, പാവപ്പെട്ട കഥകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പോലെ വലിയ പുരോഗമനമുള്ള കഥകളൊന്നും അവർ പഠിപ്പിക്കുന്നില്ല. അതെടുത്താണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ
ലൈൻ ബൈ ലൈനായിട്ട് ആ കഥയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് ഇയാളൊരു കഥ പറയുന്നുണ്ട്. ഇയാൾ ന്യൂയോർക്കറിന് ഒരു കഥ അയച്ചു കൊടുത്തു. അപ്പോൾ ന്യൂയോർക്കറിൻ്റെ ഫിക്ഷൻ എഡിറ്ററായിട്ടുള്ള ബിൽ ബുഫോർഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അയാളിങ്ങനെ ഇയാളോട് ഇത് മാറ്റി എഴുതുന്നത് അവരിങ്ങനെ അവർ പലതരത്തിൽ മാറ്റി എഴുതിപ്പിക്കും. നമ്മുടെ നാട്ടിൽ എഴുത്തുകാർക്ക് നല്ല ലിറ്റററി എഡിറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ എഴുത്തുകാർ അത്രയും മോശമായി പോകുന്നത്. അത് നന്നായി എഡിറ്റ് ചെയ്തെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ ഇതിലും വളരെ വളരെ മെച്ചപ്പെടുമായിരുന്നു, നമ്മുടെ സാഹിത്യകൃതികളൊക്കെ. വിദേശത്തിപ്പോൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ പൊന്നാനിയിലുള്ള സി അഷ്റഫിന് മാർക്കേസിൻ്റെ അത്രയും പ്രതിഭയുണ്ട്. ഒരുപക്ഷെ മാർക്കേസിനെ അതിശയിക്കുന്ന ഭാവനയുണ്ട്. ഈ ക്രിയേറ്റിവിറ്റി എഡ്യൂക്കേഷൻ തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. എഡ്യൂക്കേഷൻ ക്രിയേറ്റിവിറ്റിക്ക് ഒട്ടും ഗുണകരമല്ല. നമ്മുടെ ഈ പാഠപുസ്തക പഠനം എന്ന് പറയുന്നത്, കാരണം നമ്മുടെ ഈ പഠന വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ തകർക്കുന്നതാണ്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസിനെ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ വായിക്കുമ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഇവിടെ വന്നത്, ഈ കഥ വായിക്കുമ്പം പിന്നെ നമുക്ക് ദേഷ്യം വന്ന ഭാഗമുണ്ടോ, ഈ കഥാകൃത്തിനോട് തന്നെ ദേഷ്യം തോന്നിയ ഭാഗങ്ങളുണ്ടോ, കഥയെ എതിർക്കാൻ നമുക്ക് തോന്നിയ ഭാഗം എന്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥ ഒരു ബേസിക്കലി ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണ് തന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വായിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പം നമ്മുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും കൂടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മറ്റൊരു കാലത്ത് മറ്റൊരു സ്ഥലത്ത് ജീവിച്ച ഒരു എഴുത്തുകാരൻ്റെ മനസ്സുമായിട്ട് നമ്മൾ ഒരു തരത്തിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരെയും പ്രചോദിപ്പിക്കുന്ന ആഴമുള്ള ആകാശമോ ഒന്നും വണ്ടിയിലിരിക്കുന്ന മരിയ വസീലിയയ്ക്ക് പുറമേയുള്ള രസമുള്ളതോ ആയി തോന്നിയില്ല. 13 കൊല്ലമായി അവൾ സ്കൂൾ അധ്യാപിക്കുകയാണ്. ഇക്കാലം അത്രയും പലവട്ടം ശമ്പളം വാങ്ങിയ അവൾ പട്ടണത്തിലേക്ക് പോയിട്ടുണ്ട്. അത് വസന്തമായാലും മഴയുള്ള ഹേമന്തകാല സായാഹ്നമായാലും മഞ്ഞായാലും എല്ലാം അവൾക്കൊരുപോലെ വരും. എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തെത്തുക എന്ന് മാത്രമേ അവൾക്കുള്ളൂ. ഒരുപാട് കാലമായി, ഒരു 100 വർഷമായി ഇവിടെ ജീവിച്ചു പോരുകയാണ് എന്ന് അവൾക്ക് തോന്നി. പട്ടണത്തിൽ നിന്നും സ്കൂളിലേക്കുള്ള വഴിയിലെ ഓരോ കല്ലും ഓരോ മരവും അവൾക്ക് പരിചിതം. അവളുടെ പോയ കാലവും വർത്തമാനവും ഇവിടെ തന്നെ. പള്ളിക്കൂടവും പട്ടണത്തിലേക്കുള്ള വഴിയും മടക്കവും വീണ്ടും പള്ളിക്കൂടവും വീണ്ടും വഴിയുമല്ലാതെ മറ്റൊരു ഭാവിയും അവൾക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരുമാതിരി രജിസ്റ്റർ ചെയ്തെന്ന് തോന്നുന്നു. ഈ കഥയുടെ ആദ്യ വാചകത്തിൽ ആദ്യം പേര് പറയുന്നില്ല, രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ പേര് വരുന്നുണ്ട്. അപ്പോൾ പേര് വെളിപ്പെടുത്താത്ത അവർ പട്ടണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്ല് പാകിയ വഴി അത് വരണ്ട് കിടക്കുന്നു. അപ്പം അതിനകത്ത് കുറച്ച് കുഴികളിൽ കുറച്ച് മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട്. വസന്തത്തിൻ്റെ നിശ്വാസം അന്തരീക്ഷത്തിന് ഊഷ്മളത നൽകുന്നുണ്ടെങ്കിലും അത് കഥാനായികയ്ക്ക് അങ്ങനെ വലിയൊരു മാറ്റമൊന്നും വരുത്തുന്നില്ല. ആഹ്ലാദത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആഹ്ലാദമില്ല. എന്നുവെച്ചാൽ ഇപ്പോഴും മഞ്ഞുകാലത്തിൻ്റെ ബാക്കി അവിടെ കിടപ്പുണ്ട്. വെയിലുദിച്ചെങ്കിലും മണ്ണിൽ മഞ്ഞ് വീട് കിടപ്പുണ്ട്. ഈ കഥാപാത്രങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ വിരുദ്ധങ്ങളായ രണ്ട് ആഖ്യാന ശബ്ദങ്ങൾ നമ്മളതിൽ കേൾക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ചെറിയ പിരിമുറുക്കം അറിയാതെ ഈ കഥയ്ക്ക് ഉണ്ടായി വരും. അതതിൻ്റെ ഒരു സമ്പ്രദായമാണ്. കാര്യങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് ഒരു ശബ്ദം പറയുമ്പം ആ ബ്യൂട്ടിഫുൾനെസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വേറൊരു ശബ്ദം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പേര് പറയുമ്പോഴത്തേക്കും ആഖ്യാനത്തിലുള്ള ഈ 2 പ്രതിരോധ ശബ്ദങ്ങൾ എന്ന് പറയുന്ന അതിനകത്തിരിക്കുന്ന കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്ന മരിയ വസില്യേവ്ന എന്ന് പറയുന്ന നമ്മുടെ നായിക കഥാപാത്രത്തിൻ്റെതാണെന്ന് നമുക്ക് പിടികിട്ടും. അപ്പോൾ ആ കഥയെ കുതിരവണ്ടിയിൽ ആരെ വേണേലും ഇരുത്താം എന്നിരിക്കെ ഈ വസന്ത ഭംഗികളെയൊക്കെ നിരസിക്കുന്ന ഒരു സ്ത്രീയെയാണ് ചെക്കോവ കഥയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഈ വായനക്കാർ ആണെങ്കിൽ നമ്മൾ ഇനി അറിയാൻ എന്തായിരിക്കും ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ചോദിച്ചത്.
എന്തായിരുന്നു അവൾ എങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം. രണ്ടാമത്തെ ഖണ്ഡം നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ ആൻസറാണ് കഥാകൃത്ത് പറയുന്നത്. അവളിവിടെ എത്തിച്ചേർന്നത് അവൾ അങ്ങനെ എത്തിച്ചേരാൻ ആയിത്തീർന്നുകൊണ്ടാണ്. അവൾ മോസ്കോയിലാണ് വളർന്നത്. അച്ഛനമ്മമാർ മരിച്ചുപോയി. ഒരു സഹോദരനുണ്ട്. ആദ്യമൊക്കെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവൾ കത്തയച്ചാൽ അയാൾ മറുപടി അയക്കാതായി. അയാൾക്ക് തിരക്കായതാവാം, അല്ലെങ്കിൽ ഇവളെ വേണ്ടാന്ന് വെച്ചതാവാം. പിന്നെ അമ്മയുടെ ഓർമ്മ എന്ന് പറയുന്നത് ഒരു ഫെയ്ഡ് ചെയ്ത ഒരു ഫോട്ടോഗ്രാഫാണ് ഉള്ളത്. ആ ഫോട്ടോഗ്രാഫിൽ നിന്ന് മറ്റു ഭാഗമൊക്കെ പോയി ഇപ്പോൾ അമ്മയുടെ പുരികവും തലമുടിയും മാത്രമേ അതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം മങ്ങിപ്പോയി. അപ്പം മരിയയുടെ ജീവിതം ഏകദാനമാണ്, മൊണോട്ടണസാണ്. അത് മാത്രമല്ല ഏകാന്തവുമാണ്, മറ്റാരും വലുതായിട്ടില്ലാത്തതുമാണ്. ഒരു തരത്തിൽ ഒരു ശുഭാന്ത്യം ഈ കഥയ്ക്കുണ്ട്. മരിയയുടെ ആഹ്ലാദമില്ലായ്മയ്ക്ക് പരിഹാരം കാണണം എന്നാഗ്രഹിക്കുന്ന വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവൾ പെട്ടെന്ന് ഹാപ്പിനെസ്സിൻ്റെ ഒരു ലെവലിലേക്ക് എത്തുന്നു. അത് അവൾ ആ ഒരു ട്രെയിനിൽ പോകുന്ന ഒരു സ്ത്രീയുടെ രൂപം കണ്ടപ്പോൾ, അമ്മയോട് സ്ട്രൈക്കിംഗ് റിസംബ്ലൻസ് ഉള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവൾ അറിയാതെ മമ്മ എന്ന് വിളിക്കുന്നതിന് മുമ്പുള്ള ഒരു മൊമെൻറ്റിൽ അവൾക്ക് ആ പഴയ ജീവിതം മൊത്തം ഓർമ്മ വരും. അത് നല്ല സമ്പന്നമായ ജീവിതമായിരുന്നു. നേരത്തെ അവൾ കുട്ടിക്കാലം ആലോചിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ഒരു പഴയ ഫോട്ടോഗ്രാഫ് അമ്മയുടെ. അതിൽ പുരികവും തലമുടിയും മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം ആ രൂപം മുഴുവൻ അവൾക്ക് ഓർമ്മ വന്നു. അവരുടെ വീട്, അച്ഛൻ, പിയാനോ വായിക്കുന്ന അച്ഛൻ, നന്നായി ഡ്രസ്സ് ചെയ്ത അവളെ തന്നെ ഓർക്കുന്നു. ആഹ്ലാദമുള്ള ഒരു കാലം, കുട്ടിക്കാലം. അവൾ അവിടെ തന്നെയാണ് എന്നൊരു തോന്നൽ അവൾക്ക് വന്നു. ഇപ്പോഴത്തെ ഈ സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു മോശം സ്വപ്നം മാത്രമായിരുന്നു എന്ന് അവളൊരു സെക്കൻഡ് വിചാരിക്കുന്നു. ഈ പൊതുവെ ഈ എഴുത്തുകാരും അതേപോലെ സാഹിത്യ പത്രപ്രവർത്തകരും അല്ലെങ്കിൽ പത്രാധിപന്മാരും ഈ പബ്ലിഷിംഗ് ഹൗസുകളും, അതായത് കേരളത്തിലെ ഒത്തിരി പ്രസാധക സംഘങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും കഴിഞ്ഞ കുറേ കാലമായിട്ട്, അത് ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാ ഭാഗത്തും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിന് കുറേ പരിവേഷങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ ഏകാന്തത്തിൽ ഒറ്റയ്ക്കിരുന്ന് എഴുതുന്നു. പിന്നെ അയാൾ ഭാഷയെ മാധ്യമമാക്കി തൻ്റെ വികാരങ്ങൾ ഭാഷയിൽ പകർന്നു വയ്ക്കുന്നു. എന്നിട്ട് അത് പത്രാധിപരുടെ കരുണ കടാക്ഷം വേണമേ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുക്കുന്നു. പണ്ടാണെങ്കിൽ കവറിലിട്ടിട്ട് അയക്കും, ഇപ്പോഴാണെങ്കിൽ മെയിലുണ്ട്, പെട്ടെന്ന് അയക്കാം. അതിനിട്ട് പത്രാധിപരുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ചിലപ്പോൾ അത് തള്ളിപ്പോവും, ചിലപ്പം ഇതാകും. അപ്പം അങ്ങനെ ചിലർക്ക് അമിതമായ പ്രതിഭാവിലാസമുള്ളവർക്ക് ഇവിടെ പിന്നെ സൃഷ്ടികൾ പത്രാധിപർ സ്വീകരിക്കുന്നു, അത് വൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ അയാൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനായിട്ട് കേളിപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ കാൽപ്പനികമായ, വളരെ വിശുദ്ധമായ ഒരു വ്യവഹാരമാണ് അല്ലെങ്കിൽ വലിയ ജോലിയാണ് എഴുത്ത് എന്ന് ഒക്കെ ആണ് ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം. അങ്ങനെ ഒരു വശമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. ഇപ്പം പ്രമുഖരായ എഴുത്തുകാരുടെ ജീവിതം നമുക്ക് വളരെ അസൂയാവഹമായ വൈവിധ്യങ്ങളും പിന്നെ ഉൾപ്പിരിവുകളും ബ്രേക്കുകളും ഭ്രാന്തുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒന്നാണ് എഴുത്തുകാരൻ്റെ പണിപ്പുര എന്നൊക്കെ പറഞ്ഞാൽ. തീർച്ചയായിട്ടും നമുക്കത് നോക്കി നിന്ന് കാണുകയും അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുകയും വീണ്ടും വീണ്ടും അതിനെപ്പറ്റി അറിയാനുള്ള ആകാംക്ഷ ബാക്കി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നാണ് തീർച്ചയായിട്ടും എം ഡിൻ്റെ ജീവിതം, ബഷീറിൻ്റെ ജീവിതം, ചെക്കോവിൻ്റെ ജീവിതം, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത ചെക്കോവിൻ്റെ ജീവിതം, ദസ്തയേവ്സ്കിയുടെ ജീവിതം ഒക്കെ, അവരുടെയൊക്കെ ജീവിത കഥകളൊക്കെ തന്നെ അങ്ങനെ. ഞാനതില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ പറയുന്ന ഇതൊക്കെ ചരിത്രപരമായിട്ട് രൂപപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ
സാഹിത്യത്തെയും സാഹിത്യകാരനെയും സാഹിത്യപത്ര പ്രവർത്തനത്തെയും ഗ്ലോറിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് പാരലായി ഇതിനൊക്കെ നിരന്തരം ചരിത്രവൽക്കരിക്കുക കൂടെ വേണം. അതായത് ചരിത്രത്തിനകത്ത് വെച്ച് പരിശോധിക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടായത്, സാഹിത്യത്തെ സംബന്ധിച്ച് ഇത്ര പരികല്പനകൾ ഉണ്ടായത് എങ്ങനെയാണ്, അത് എല്ലാ കാലത്തും നിലനിന്നിരുന്നോ? ഇന്ന് നാം നല്ല സാഹിത്യകൃതികൾ, നല്ല എഴുത്തുകാരൻ, അല്ലെങ്കിൽ നല്ല എഴുത്ത് ശൈലി, നല്ല നോവൽ, നല്ല കവിത എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നോ? ഇതേ മാനദണ്ഡങ്ങളായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്? സാഹിത്യം എന്നുള്ള ഭാഷാ വ്യവഹാരം തന്നെ എല്ലാ കാലത്തും നിലനിന്നിരുന്നോ? അതെങ്ങനെയാണ് രൂപം കൊണ്ടത്? ഒരാൾ സാഹിത്യകാരൻ ആയില്ലെങ്കിൽ നമുക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള മറുചോദ്യങ്ങളിലൂടെ നിരന്തരം ഇതിനെ പരിക്കേൽപ്പിക്കുകയും സാഹിത്യം എന്ന വ്യവഹാരത്തെ നിരന്തരം പരിക്കേൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ സാഹിത്യ പ്രവർത്തനങ്ങൾ അഭിനമിക്കുകയും സാഹിത്യ സൃഷ്ടികൾ വായിക്കുകയും അതിൻ്റെ സവിശേഷമായ പ്രാധാന്യം, അതിൻ്റെ യുണീക്ക്നെസ്, അതിൻ്റെ സവിശേഷത, അതിൻ്റെ അതുല്യത നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു സമതുലനാവസ്ഥ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഏകപക്ഷീയമായോ ഒന്നിലോ ഭയങ്കര വിശുദ്ധമായി പോകും, അല്ലെങ്കിൽ ഭയങ്കര കാൽപ്പനികമായി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സാഹിത്യം എന്നുള്ള വ്യവഹാരം തന്നെ, സാഹിത്യം എന്നുള്ളത് ഭാഷയിലാണ്, ഭാഷാ വ്യവഹാരം തന്നെയാണ്. ഈ ഭാഷാ വ്യവഹാരം എക്കാലത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. ഒരുപോലെ നിങ്ങളോട് പറയാൻ വരുന്ന ഒരു പോലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നില്ല സാഹിത്യം എന്നുള്ള കാര്യം. ചുരുങ്ങിയ പക്ഷം മലയാള സാഹിത്യത്തെ, അല്ലെങ്കിൽ മലയാള സാഹിത്യ ചരിത്രത്തെ, മലയാള പത്രപ്രവർത്തന ചരിത്രത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ സാഹിത്യം എന്നുള്ള ഈ ഏർപ്പാട് തന്നെ ഉണ്ടാവുന്നത് ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ, കേരളത്തിൻ്റെ ചരിത്രം മുൻനിർത്തി പറഞ്ഞ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയിട്ടാണ് ഇത് ഏകദേശം മലയാള സാഹിത്യം എന്നുള്ള ഒരു പ്രക്രിയ തന്നെ ഉണ്ടാകാൻ തുടങ്ങുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ രൂപം കൊണ്ട് തുടങ്ങിയ സാഹിത്യം എല്ലാ കാലത്തും 19-ാം നൂറ്റാണ്ടിൽ അതേ രീതിയും ശൈലിയൊന്നും അല്ല പിന്തുടർന്നിരുന്നത്. 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് മാറുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെത്തുമ്പോൾ അത് വീണ്ടും മാറുന്നു. നല്ല സാഹിത്യ സൃഷ്ടികൾ എന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ നാം വിചാരിച്ചിരുന്ന സൃഷ്ടികളൊക്കെ ഇന്ന് സാഹിത്യ ചരിത്രത്തിൻ്റെ മ്യൂസിയത്തിലേക്ക് മാറ്റപ്പെടുകയും അത് ഒരു വരി പോലും വായിക്കാൻ കഴിയാത്ത വിധം നമ്മളെ ബോറടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ 1930-കളിൽ 40-കളിലൊക്കെ ഉണ്ടായിട്ടുള്ള നോവലുകൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കഥകൾ, കവിതകളിലൊക്കെ തീർച്ചയായിട്ടും മലയാള സാഹിത്യ ചരിത്രത്തെ സമ്പുഷ്ടമാക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സ്പെസിമെനുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് അവിടേക്ക് പോയി അതിനെ പഠന വിധേയമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്നത് സാഹിത്യരചനയുടെ അവസാന വാക്കുകളായിട്ട് നമ്മളതിനെ കൊണ്ടാടുന്നില്ല. അപ്പോൾ തകഴിയുടെ നോവൽ, ഉറൂബിൻ്റെ നോവൽ, ബഷീറിൻ്റെ നോവലൊക്കെ തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തെ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ ഉത്തമമായ സാഹിത്യരചനകളാണെങ്കിൽ പോലും സാഹിത്യരചനയുടെ, നോവൽ രചനയുടെ, കവിതാരചനയുടെ, കഥാരചനയുടെ അവസാന വാക്കായിട്ട്, അവസാന മാതൃകയായിട്ട് നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും ബഷീറിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1960-കളിൽ 70-കളിലൊക്കെ പുതിയ നോവൽ ശൈലികൾ വരികയും ബഷീറിൻ്റെയും ഉറൂബിൻ്റെയും തകഴിയുടെയൊക്കെ ശൈലികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയൊരു തലമുറ വരികയും ഒ. വിജയൻ്റെയൊക്കെ തലമുറ വരികയും തിരിച്ചു വീണ്ടും പുതിയ തലമുറ ഈ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന നല്ല നോവലുകൾ, നല്ല കഥകൾ എന്ന് നാം കൊണ്ടാടുന്ന തലമുറയിലെ എഴുത്തുകാർ 40-കളിൽ അല്ലെങ്കിൽ 70-കളിലും 80-കളിലൊക്കെയുള്ള രചനാരീതികളെ തള്ളിക്കളയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് സാഹിത്യം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവസാന വാക്കുകളില്ല. ചിലപ്പോൾ ഇന്ന് ഒരു പത്രാധിപർ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് കൊട്ടയിലിടുന്ന, അല്ലെങ്കിൽ തള്ളിക്കളയുന്ന, റിജക്റ്റ് ചെയ്യുന്ന ഒരു കഥാരചന രീതി ചിലപ്പോൾ 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും ഏറ്റവും മഹത്തായ കഥാരചന രീതിയായിട്ട് വരാം. ഡിജിറ്റൽ മീഡിയയ്ക്ക് മുന്നിൽ അമ്പേ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് മീഡിയയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടും കൂടെയാണ് ഞാൻ പറയുന്നത് പത്രാധിപർ മരിച്ചു എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്.
ഞാൻ സ്മിത കോർണാട്. ഞാനൊരു എഡ്യൂക്കേഷണൽ ട്രെയിനറാണ്. മലയാള സർവകലാശാലയിൽ നടന്നിട്ടുള്ള റൈറ്റേഴ്സ് ബ്ലോക്ക് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കേണ്ടായി. വളരെ നല്ല അനുഭവമായിരുന്നു. ഇമോഷണലായും സാഹചര്യ സമ്മർദ്ദങ്ങളെ കൊണ്ട് നമ്മൾ പലപ്പോഴും എഴുതൽ മാറ്റിവെക്കാറുണ്ട്. പക്ഷെ എങ്ങനെ അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോരാം, എങ്ങനെ ഒരു വിഷയം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് കൃത്യമായിട്ടൊരു പ്ലോട്ടാക്കി മാറ്റി ഒരു പുസ്തകമാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതുപോലുള്ള വർക്ക്ഷോപ്പുകൾ ഇനിയും എഴുത്തുകാർക്ക് ആവശ്യമാണ്. കൂടുതൽ എഴുത്തുകാർ ഇതിലേക്ക് വരേണ്ടതാണ്. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മലയാള സർവകലാശാലയിലെ എല്ലാവർക്കും, ഗസ്റ്റായി വന്നിട്ടുള്ള എല്ലാ എഴുത്തുകാർക്കും പബ്ലിഷേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളായിരുന്നു ക്യാമ്പ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് വരാറുണ്ട് രചനാസ്തംഭനം. അപ്പം അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാരണങ്ങൾ കൃത്യമായ റിസോഴ്സ് പേഴ്സൺസിൽ നിന്നും മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ തിരിച്ചറിവായിരുന്നു. നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് രചനാസ്തംഭനം വരുന്നത്? അത് ഫിസിക്കൽ റീസൺസ് കൊണ്ടായിരിക്കാം, അതുപോലെ സ്പിരിച്വൽ റീസൺസ് കൊണ്ടായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സ്, അങ്ങനെയൊക്കെ രചനാസ്തംഭനം വരാം. ഇത് വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളിൽ നിന്ന് അവരനുഭവിക്കുകയും അവരെ അതിജീവിക്കുകയും ചെയ്ത രചനാസ്തംഭനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കി അതിനെ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ക്യാമ്പ് വഴി. കൂടാതെ തന്നെ വളരെ സാമൂഹികമായിട്ട് വളരെ ജനാധിപത്യപരമായ ഒരു അന്തരീക്ഷം കൂടിയായിരുന്നു ഈ ക്യാമ്പിൻ്റേത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വളരെ പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, ഞാനത് കുറേ കാലമായിട്ട് അനുഭവിച്ചിരുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് ആയി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് തിരുത്തി നമ്മൾ പെർഫെക്ഷനിസം വളരെ പ്രധാനപ്പെട്ട ഒരു പെർഫെക്ഷനിസം കാരണം എഴുതാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പം അത് മാറ്റി വെച്ചുകൊണ്ട് വളരെ ജെനുവിനായിട്ടൊരു ഡ്രാഫ്റ്റ് എഴുതി തയ്യാറാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, റീസെൻ്റ് ആയിട്ടുള്ള. ശരിക്കും എഴുത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാമ്പിന് രജിസ്റ്റർ ചെയ്തത്. നമ്മളെ പരിസരത്ത് എപ്പോഴും ഇത്തരം ചർച്ചകൾ നമ്മളെ പരിസരത്ത് ഉണ്ടാകുമ്പോൾ, നമ്മൾ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ അംഗമായിട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്കൊക്കെ ഇറങ്ങും എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു നല്ല പരിസരമാണ് മലയാളം സർവകലാശാല നടത്തിയ ആ ഒരു ക്യാമ്പിലൂടെ ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ക്യാമ്പ് അതിന് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, അതിൻ്റെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള മറ്റ് പരിപാടികൾ നടക്കുമെന്ന് പറയുന്നതിലേറെ സന്തോഷമുണ്ട്. അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് സർവകലാശാലയിൽ വരാനും ഇത്തരം ആളുകളോട് കൂടിയിരിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിൽ ഒരു പോസിറ്റീവ് എനർജി വരാൻ സാധ്യതയുണ്ട്. ക്ലാസ് എനിക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒന്നായിരുന്നു. കാരണം റൈറ്റേഴ്സ് ബ്ലോക്ക് ഇല്ലാതാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഈ 2 ദിവസങ്ങളിലും വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ഗണേഷ് മാഷിൻ്റെ നേതൃത്വത്തിൽ ഘട്ടമായിട്ട് പ്രമുഖരെ വിളിച്ചിരുത്തി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഏതേത് കാര്യങ്ങളിലാണ് നമ്മൾ രചനാസ്തംഭനം ഘട്ടങ്ങൾ ഉണ്ടാകുന്നതെന്നും അത് ഇല്ലാതാക്കുവാൻ എന്തൊക്കെ ചെയ്യണമെന്നും ചെറിയ ടിപ്പുകളായിട്ടും വളരെ വിശദമായിട്ടും നമുക്ക് ആ 2 ദിവസത്തെ ക്ലാസ് വളരെയേറെ പ്രയോജനവും ചെയ്തതായിരുന്നു. അവസാനം നമ്മളൊരു ചെറിയ പുസ്തകം എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യേണ്ടതെന്നും കൂടി മാഷ് പരിചയപ്പെടുത്തിയിരുന്നു. സാഹിത്യ ക്യാമ്പുകൾ സാധാരണമാണെങ്കിലും പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു സാഹിത്യ ക്യാമ്പ് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിനൊന്ന് പ്രഗത്ഭരായ പ്രഭാഷകർ, സമയകൃത്യത, നല്ല ഭക്ഷണം, ആതിഥേയത്വം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ക്യാമ്പ് വളരെ വിജയകരമായത്. എനിക്ക് മനസ്സിലായത് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ്.
ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നിലെ എഴുത്തുകാരിയെ സ്ഫുടം ചെയ്യുന്നതിൽ ഈ ക്യാമ്പ് വഹിച്ച പങ്ക് ചെറുതല്ല. മലയാളം യൂണിവേഴ്സിറ്റിക്കും ഇതിന്റെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇടയ്ക്ക് വെച്ച് എഴുത്ത് ശരിയാവാതിരിക്കുന്നത് എൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ നിഷാദ് സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷമാണ് അതിനൊരു അവസാനം ഉണ്ടായത്. എല്ലാ ദിവസവും എഴുതണം എന്നുള്ള ആ ഒരു പ്രോത്സാഹനം എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചൊക്കെ ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും, അതായത് 1-2 ദിവസം ഇടവിട്ട ദിവസങ്ങളിലെങ്കിലും എഴുതാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മാറ്റിയെടുത്താൽ മതി അല്ലെങ്കിൽ ഭേദഗതി വരുത്തിയാൽ മതി എന്നൊരു തോന്നൽ കൂടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടി പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആശങ്കകളോടെയാണ് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയത്. പക്ഷെ വിചാരിച്ചതിന് നല്ലൊരു അനുഭവമായിരുന്നു ക്യാമ്പിൽ നിന്ന് കിട്ടിയത്. എഴുത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ച് നടത്തുന്ന ഒരു അനുഭവമായി. എഴുതാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പുസ്തക രചനയിൽ ആരംഭിച്ച് പ്രസാധനം വരെയുള്ള വിവിധ കാര്യങ്ങളും ഈ ആധുനിക ഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളും എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ക്യാമ്പിൽ പ്രത്യേക ചർച്ചാ വിഷയമായി. സർവകലാശാലയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ എനിക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ പുതുക്കാനും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും സാധിച്ചു. പലപ്പോഴും എഴുതാറുണ്ട്. എഴുതാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടുമ്പോൾ എഴുതി തുടങ്ങും. പക്ഷേ അത് പലപ്പോഴും പൂർത്തിയാക്കാൻ സാധിക്കാറില്ല. പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അത് എടുത്തു നോക്കുക. അത് ഇത്തരത്തിൽ ഒരു രചന പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഇന്ന് ഈ ക്യാമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് മറ്റുള്ളവരെങ്ങനെ വായിക്കുമെന്നുള്ളൊരു പ്രയാസം, മറ്റുള്ളവരിത് കാണുമ്പോൾ എന്താ അഭിപ്രായം പറയും എന്നുള്ള ഒരാശങ്ക ഉണ്ടായിരുന്നു. അത് ഈ ക്യാമ്പിനോടുകൂടി തീർന്നു എന്ന് പറയാം. രചനാ സ്തംഭനം എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാകുമായിരിക്കാം. പക്ഷേ എഴുതിക്കൊണ്ടിരിക്കാനുള്ള വലിയൊരു പ്രേരണ ഈ ക്യാമ്പ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. വളരെ മികച്ച ക്ലാസ്സുകളാണ് ഇവിടെ വന്നിട്ടുള്ള അധ്യാപകരെല്ലാം എടുത്തു തന്നിട്ടുള്ളത്.